بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين أما بعد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي آمين يا رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, നാം ഇന്ന് വായിക്കുന്ന കിതാബ് ഇബ്ൻ അബി ദുനിയ റഹിമഹുല്ലാ അദ്ദേഹം ക്രോഡീകരിച്ച അൽ ഇഖ്ലാസ് വന്നിയ്യ എന്ന പേരിൽ ക്രോഡീകരിച്ചിട്ടുള്ള അസറുകളാണ്. ഇബ്ൻ അബി ദുനിയ റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ ധാരാളം വ്യത്യസ്ത പേരുകളിൽ, അഥവാ ഇപ്പോൾ നമ്മൾ ഇഖ്ലാസ് വന്നിയ്യ പോലെ ശുക്ർ, സ്വബർ, റിള, സുഹദ്, വറഅ്, അങ്ങനെ വ്യത്യസ്ത പേരുകളിലായിക്കൊണ്ട് അതിന് കീഴിൽ വരുന്ന ഹദീസുകളെയും അതുപോലെ തന്നെ സലഫുകളുടെ അസറുകളെയും മുസ്നദായിക്കൊണ്ട് സനദോടുകൂടി ക്രോഡീകരിച്ച ധാരാളം കിതാബുകൾ ഇബ്ൻ അബി ദുനിയ റഹിമഹുല്ലാഹ് ഉണ്ട്. അദ്ദേഹം അങ്ങനെ ധാരാളം കിതാബുകൾ ക്രോഡീകരിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് അൽ ഇഖ്ലാസ് വന്നിയ്യ എന്നുള്ളത്. അതിൽ നിന്ന് തെരഞ്ഞെടുത്തിട്ടുള്ള, അഥവാ 90 ചില്ലാനം അസറുകളാണ് അതിലുള്ളത്. അതിൽ തെരഞ്ഞെടുത്ത ഒരു 56 മറ്റോ അസറുകളാണ് നാം വായിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. പേരുപോലെ തന്നെ ഈ കിതാബിൽ ഉൾക്കൊണ്ടിട്ടുള്ള വിഷയം അൽ ഇഖ്ലാസ് വന്നിയ്യ. ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ പറയുന്ന നിഷ്കളങ്കത, നിയ്യത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഉദ്ദേശം. നമുക്കറിയാം, നിയ്യത്ത് എന്നുള്ളത് ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്, ഏതൊരു കർമ്മവും നിയ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, അഥവാ നിയ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്താണോ അവൻ്റെ ഉദ്ദേശം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ കർമ്മം അല്ലാഹു തആല സ്വീകരിക്കുക എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ നിയ്യത്ത് എങ്ങനെയുള്ളതായിരിക്കണം? ഇഖ്ലാസോടുകൂടിയുള്ളതായിരിക്കണം, അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി മാത്രമുള്ളതായിരിക്കണം. ഇവിടെ നമ്മളെല്ലാവരും നമ്മുടെ കർമ്മങ്ങൾ അള്ളാഹു സ്വീകരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അതിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് പ്രതിഫലം പ്രതീക്ഷിക്കുന്നവരാണ്. പക്ഷെ നമ്മുടെ കർമ്മങ്ങൾ അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ അതിന് ഇഖ്ലാസ് നിർബന്ധമാണ്. ആ ഇഖ്ലാസ് ചോർന്നു പോവുക എന്നുള്ളത് കാലദൈർഘ്യത്താലും ഖൽബിൻ്റെ കാഠിന്യത്താലും അശ്രദ്ധ മൂലവുമെല്ലാം സംഭവിക്കാറുണ്ട്. പ്രധാനമായും പിശാചിന്, ഇബ്ലീസിന് നമ്മുടെ മേലുള്ള പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം നമ്മുടെ ഇഖ്ലാസിനെ തകർക്കുക എന്നുള്ളതാണ്. കാരണം മനുഷ്യരെ പിഴപ്പിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇബ്ലീസ് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പറയുകയുണ്ടായി, ഖാല റബ്ബി ബിമാ അഗ്വൈതനി ലഉസയ്യിനന്ന ലഹും ഫിൽ അർദ് വലഉഗ്വിയന്നഹും അജ്മഈൻ. അല്ലാഹുവേ, ഞാൻ എന്തായാലും പഴച്ചുപോയി, അഥവാ നീ എന്നെ വഴികേടിലായ അവസ്ഥയിലാക്കി. അതുകൊണ്ട് തന്നെ ഈ മനുഷ്യർക്ക് ഞാൻ ഈ ഭൂമിയിൽ അതിന് പല തെറ്റുകൾ, അതുപോലെ തന്നെ അള്ളാഹുവിനെ ധിക്കരിക്കുന്ന കാര്യങ്ങളെല്ലാം അലങ്കരിച്ച് കാണിച്ചു കൊടുക്കുകയും അവരെ എല്ലാവരെയും ഞാൻ പിഴവിലാക്കുക തന്നെ ചെയ്യും എന്ന് ഇബ്ലീസ് അള്ളാഹുവിനോട് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഇല്ലാ ഇബാദക മിൻഹുമുൽ മുഖ്ലസീൻ, ചില ഖിറാഅത്തിൽ മുഖ്ലിസീൻ, നിന്നിൽ നിന്ന്. മുഖ്ലസീൻ എന്ന് പറഞ്ഞാൽ തിരഞ്ഞെടുക്കപ്പെട്ടത് എന്നർത്ഥം. മുഖ്ലിസീൻ എന്ന ഖിറാഅത്ത് വച്ചാൽ അതിൻ്റെ അർത്ഥം ഇഖ്ലാസുള്ള അടിമകൾ ഒഴികെ. ഇഖ്ലാസുള്ള അടിമകളെ ഇബ്ലീസ് പറയുകയാണ്, ഇഖ്ലാസുള്ള അടിമകളെ ഒഴികെ ബാക്കി എല്ലാവരെയും ഞാൻ പിഴവിലാക്കുക തന്നെ ചെയ്യും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നാം എപ്പോഴും പരിശോധിച്ചുകൊണ്ടേയിരിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ കർമ്മങ്ങളിലെ നിയ്യത്തും അതിലെ ഇഖ്ലാസുമെല്ലാം എപ്പോഴും പരിശോധിക്കണം. ഇബ്ൻ അബി ദുനിയ റഹിമഹുല്ലാഹ് ഈ വിഷയത്തിലുള്ള ചില അസറുകൾ ഈ ഒരു തലക്കെട്ടിൽ, ഈ ഒരു കിതാബിൽ ക്രോഡീകരിച്ചിരിക്കുകയാണ്. ഇബ്ൻ അബി ദുനിയയുടെ മുഴുവൻ പേര് അബ്ദുല്ലാഹ് ബിൻ മുഹമ്മദ് ബിൻ ഉബൈദ് അൽ ഖുറശി അബി ബക്കർ എന്നാണ് അദ്ദേഹത്തിൻ്റെ കുനിയത്ത്. അദ്ദേഹം അറിയപ്പെടുന്നത് ഇബ്ൻ അബി ദുനിയ എന്നുള്ള പേരിലാണ്. ഹിജ്റ 208 അദ്ദേഹം ജനിക്കുന്നത്. അദ്ദേഹം വഫാത്താകുന്നത് ഹിജ്റ 281 അദ്ദേഹം വഫാത്താകുന്നത്.
അദ്ദേഹം ധാരാളം അസറുകൾ സനദോടുകൂടി ഈ ഒരു കിതാബിൽ ക്രോഡീകരിച്ചിട്ടുണ്ട്. പൊതുവെ സലഫുകളുടെ രീതിയാണ് റഖായിഖിന്റെയും സുഹദിന്റെയും വിഷയത്തിൽ, അഥവാ പരലോകത്തെ കുറിച്ച് ചിന്തയുണ്ടാക്കുന്ന അല്ലെങ്കിൽ ഭൗതിക വിരക്തി ഉണ്ടാക്കുന്ന, ഹൃദയ നൈർമല്യം ഉണ്ടാക്കുന്ന അസറുകൾ, അതിന്റെ സനദുകളിൽ എന്തെങ്കിലും ചെറിയ വീഴ്ചകൾ ഉണ്ടെങ്കിലും ഖുർആനിനും സുന്നത്തിനും എതിരല്ലാത്തോടത്തോളം ആ സനദിലെ ചില വീഴ്ചകൾ ഒഴിവാക്കിയിട്ട് അതിനെ ഉദ്ധരിക്കുക എന്നുള്ളത് സലഫുകൾ ചെയ്തിരുന്ന ഈ മേഖലയിലുള്ള അസറുകളെ ഉദ്ധരിക്കാറുണ്ട്. അങ്ങനെ ഇതിലും ചില അസറുകൾ ആ നിലക്ക് വന്നിട്ടുണ്ട്. എന്നാലും നമ്മളതിൽ സ്വാലിഹായ വലിയ കുഴപ്പമൊന്നുമില്ലാത്ത സനദുകളിലായി വന്നിട്ടുള്ള അസറുകളാണ് വായിക്കുന്നത്. അതിലൊന്ന് حدثنا داود بن محمد أنه سمع أبا عبد النباجي يقول أبا عبد النباجي رحمه الله അദ്ദേഹം പറഞ്ഞതായി കേട്ടിട്ട് ദാവൂദ് ഇബ്നു മുഹമ്മദ് റഹിമഹുല്ലാ അദ്ദേഹം ഉദ്ധരിക്കുകയാണ്, خمس خصال بها تمام العمل, 5 കാര്യങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ഒരു അമൽ പരിപൂർണമായി തീരുന്നത്. അൽ ഈമാനു ബിമഅരിഫത്തില്ലാഹ്, അല്ലാഹുവിനെ കുറിച്ചുള്ള മഅരിഫത്തോട് കൂടിയിട്ടുള്ള ഈമാൻ അഥവാ യഥാർത്ഥ ഈമാൻ. വമഅരിഫത്തുൽ ഹഖ്, രണ്ടാമത്തേത് ഹഖ് എന്താണെന്ന് അറിയുക, അഥവാ അല്ലാഹു തആല എന്താണ് ചെയ്യാൻ കൽപ്പിച്ചിട്ടുള്ളത്, എന്താണ് ശരിയായിട്ടുള്ളത് എന്നറിയുക. മൂന്നാമത്തേത് വൽ ഇഖ്ലാസുൽ അമലി ലില്ലാഹ്, മൂന്നാമത്തേത് കർമ്മം ഇഖ്ലാസോട് കൂടിയാവുക, അല്ലാഹുവിന് വേണ്ടി മാത്രമായിരിക്കുക. നാലാമത്തേത് വൽ അമലു അല സുന്ന, സുന്നത്തനുസരിച്ചായിരിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തന്ന മാതൃക അനുസരിച്ചായിരിക്കുക. അഞ്ചാമത്തേത് വാക്ലുൽ ഹലാൽ, ഹലാലായ ഭക്ഷണം കഴിച്ചുകൊണ്ടായിരിക്കുക. ഈ 5 കാര്യങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ഒരു കർമ്മം അതിൻ്റെ പരിപൂർണതയിൽ എത്തുന്നത്, അതിൻ്റെ പരിപൂർണമായ രീതിയിൽ. എന്തൊക്കെയാണ് പറഞ്ഞത്? ഈമാൻ, മഅരിഫത്തുൽ ഹഖ്, ഇഖ്ലാസ്, അൽ അമൽ അല സുന്ന, വഖ്ലുൽ ഹലാൽ. എന്നിട്ട് പറയുകയാണ് ഫൈൻ ഫുഖിദത് വാഹിദത്തുൻ ലം യർതഫി അൽ അമൽ, ഇതിൽ എന്തെങ്കിലും ഒന്ന് വീണു പോയി കഴിഞ്ഞാൽ, നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ ആ അമല് ഉയരുകയില്ല. വദാലിക അന്നക ഇദാ അറഫ്ത അല്ലാഹ വലം തഅരിഫിൽ ഹഖ് ലം തൻതഫി, നിനക്ക് അല്ലാഹുവിനെ മനസ്സിലായിട്ടുണ്ട്, അല്ലാഹുവിനെ അറിയാം, അല്ലാഹുവിൽ വിശ്വാസമുണ്ട്, പക്ഷെ ഹഖ് എന്താണെന്ന് അറിയില്ല, അഥവാ അല്ലാഹു എന്താണ് കൽപ്പിച്ചിട്ടുള്ളത്, എന്താണ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് എന്നറിയില്ല, അതുകൊണ്ട് ആ ഈമാൻ നിനക്ക് ഉപകരിക്കില്ല. വൈദാ അറഫ്തൽ ഹഖ് വലം തഅരിഫില്ലാഹ് ലം തൻതഫി, നിനക്ക് എന്താണ് അല്ലാഹുവിന്റെ കൽപ്പന എന്നറിയാം, പക്ഷെ അല്ലാഹുവിനുള്ള ഈമാൻ ശരിയായിട്ടില്ല, അല്ലാഹുവിനെ നിനക്ക് അറിയില്ല, ആ ഒരു അവസ്ഥയാണെങ്കിലും നിനക്ക് ഉപകരിക്കാൻ പോകുന്നില്ല. വൈൻ അറഫ്ത അല്ലാഹ വഅറഫ്തൽ ഹഖ് വലം തുഖ്ലിസിൽ അമൽ ലം തൻതഫി, നിനക്ക് അല്ലാഹുവിൽ ഈമാൻ ശരിയാണ്, അല്ലാഹുവിനെ അറിയാം, അതുപോലെ തന്നെ അല്ലാഹു എന്താണ് കൽപ്പിച്ചിട്ടുള്ളത്, ഏതാണ് ശരിയായ മാർഗം, ഹഖ് എന്താണെന്നറിയാം, പക്ഷേ അമലിൽ ഇഖ്ലാസ് ഇല്ല എങ്കിൽ നിനക്കത് ഉപകരിക്കാൻ പോകുന്നില്ല. വൈൻ അറഫ്ത അല്ലാഹ വഅറഫ്തൽ ഹഖ് വഅഖ്ലസ്തൽ അമൽ വലം യകുൻ അല സുന്ന ലം തൻതഫി, ഈ പറഞ്ഞ 3 ഉണ്ട്. കർമ്മം ഇഖ്ലാസോട് കൂടിയും ചെയ്യുന്നുണ്ട്, അല്ലാഹുവിനെ അറിയാം, എന്താണ് ശരിയായതെന്നറിയാം, ഇഖ്ലാസോടുകൂടി അമലുണ്ട്, പക്ഷെ സുന്നത്തനുസരിച്ചല്ല എങ്കിൽ നിനക്ക് ഉപകരിക്കുകയില്ല. വഇൻ തമ്മത്തിൽ അർബഅ വലം യകുനിൽ അക്ലു മിൻ ഹലാലിൻ ലം തൻതഫി, ഈ 4 കാര്യങ്ങളുണ്ടെങ്കിലും നീ ഹലാലായതല്ല ഭക്ഷിക്കുന്നത് എങ്കിൽ, ഹറാമായതാണ് ഭക്ഷിക്കുന്നത് എങ്കിൽ നിനക്ക് ഈ 4ഉം ഉപകരിക്കാൻ പോകുന്നില്ല, അള്ളാഹുവിൻ്റെ അടുക്കൽ ആ അമല് വരികയില്ല. അപ്പോൾ ഒരു അമല് ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട 5 കാര്യങ്ങളാണ് ഈ പറഞ്ഞിട്ടുള്ളത്. 5 കാര്യങ്ങൾ. ആ 5 കാര്യങ്ങൾ, ഒന്ന് നമ്മുടെ ഈമാൻ, അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവ്, അള്ളാഹുവിനെ അറിയുക എന്നുള്ളത്. 2, എന്താണ് അള്ളാഹു കൽപ്പിച്ചിട്ടുള്ളത്, എന്താണ് ഹക്ക് എന്നറിയുക. 3, ഇഖ്ലാസ് ഉണ്ടാവുക. 4, സുന്നത്തനുസരിച്ചായിരിക്കുക. ഈ 4ഉം ശരിയായിട്ടുണ്ടെങ്കിൽ അത് പൂർത്തിയാവണമെങ്കിൽ എന്ത് വേണം? ഹലാലായ ഭക്ഷണം കൊണ്ടുള്ള ഇബാദത്തായിരിക്കണം അത്, അഥവാ ഹലാലായ ഭക്ഷണം കഴിച്ചുകൊണ്ട് ചെയ്യുന്നതായിരിക്കണം. അങ്ങനെയല്ല എങ്കിൽ അമൽ വരികയില്ല. അടുത്ത അസർ ഹദ്ദസനാ محمد بن يزيد قال حدثنا إسحاق بن سليمان قال حدثنا أبو جعفر الرازي عن الربيع بن أنس قال ربيع بن أنس رحمه الله أدهت برنو علامة الدين الإخلاص لله وعلامة العلم خشية الله. ഒരാളുടെ ദീനിന്റെ അടയാളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിന് ഇഖ്ലാസോടുകൂടി കർമ്മം ചെയ്യുക എന്നുള്ളതാണ്.
വഅലാമത്തുൽ ഇൽം, ഒരാളുടെ ഇൽമിന്റെ അടയാളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് ഖശിയത്തുണ്ടാവുക, ഖശിയത്തുല്ലാഹ്, അള്ളാഹുവിനെ കുറിച്ച് ഭയമുണ്ടാവുക എന്നുള്ളതാണ് അയാളുടെ ഇൽമിന്റെ അടയാളം എന്ന് പറഞ്ഞത് കാണാം. അപ്പോൾ ഒരാളുടെ അമല് നന്നാവണമെങ്കിൽ, അയാളുടെ ദീന് ഏറ്റവും പരിപൂർണമാകണമെങ്കിൽ ഇഖ്ലാസ് ഉണ്ടായിരിക്കണം. എന്താണ് ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ? ഉലമാക്കൾ പല രീതിയിൽ അതിനെ വിശദീകരിച്ച് കാണാം. ഒരു തഅരീഫ്, ഹിയ തസ്വിയത്തുൽ ഖൽബി മിൻ ഇറാദത്തി ഗൈരില്ലാഹ്, അല്ലാഹു അല്ലാതെ മറ്റൊന്നിനെയെങ്കിലും ഉദ്ദേശിക്കുന്നതിനെ തൊട്ട് ഖൽബിനെ നന്നാക്കുക എന്നുള്ളതിനാണ് ഇഖ്ലാസ് എന്ന് പറയുന്നത്. അള്ളാഹുവിനെ അല്ലാതെ മറ്റൊന്നിനെയും ഉദ്ദേശിക്കാത്ത ഒരവസ്ഥയിൽ ഖൽബുണ്ടാകുന്നതിനാണ് ഇഖ്ലാസ് എന്ന് പറയുന്നത് എന്ന് കാണാം. അപ്പോൾ ആ രീതിയിൽ പൂർണ്ണമായും അള്ളാഹുവിന് വേണ്ടി മാത്രമായി നമ്മുടെ വാക്കും പ്രവർത്തനവും മാറുമ്പോഴാണ് നമ്മൾ ഒരു മുഖ്ലിസ് ആയിത്തീരുന്നത്. രണ്ടാമത് ഈ അസറിൽ പറഞ്ഞു വഅലാമത്തുൽ ഇൽമി ഖശിയത്തുല്ലാഹ്, ഇൽമിന്റെ അടയാളം, ഒരാൾക്ക് ഇൽമുണ്ട് എന്നുള്ളതിന്റെ അടയാളം അള്ളാഹുവിനെ കുറിച്ചിട്ടുള്ള ഭയമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് ഖശിയത്ത് ഉണ്ടാകുമ്പോഴാണ് അവന്റെ ഇൽമിന്റെ അടയാളമായി തീരുന്നത്. ഒരിക്കൽ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുള്ളയുടെ അടുക്കൽ ചോദിക്കപ്പെട്ടു, ഹൽ കാന മഅറൂഫിൻ അൽ ഖർഖി ശൈഉൻ മിനൽ ഇൽം, മഅറൂഫ് അൽ ഖർഖിക്ക് ഇൽമിൽ നിന്ന് എന്തെങ്കിലും ഉണ്ടോ? മഅറൂഫ് അൽ ഖർഖി ഇമാം അഹ്മദിനേക്കാളും ഒരു 40 വർഷം മുമ്പ് ജനിച്ചിട്ടുള്ള, ഒരേ കാലത്ത് ജീവിച്ചിട്ടുള്ള ആളുകളാണ് മഅറൂഫ് അൽ ഖർഖി. അന്നത്തെ വലിയ ആബിദും ജാഹിദുമായിരുന്നു. ഇൽമി ആയിട്ടുള്ള ഹദീസിന്റെയോ ഫിഖ്ഹിന്റെയോ മേഖലയിൽ അറിയപ്പെട്ടിട്ടില്ല, അതിൽ മുഴുകിയിട്ടില്ല. പക്ഷെ ധാരാളം സമയം ഇബാദത്തിലുമായി മുഴുകിയിരുന്ന ആളായിരുന്നു, ജാഹിദായിട്ടുള്ള ആളായിരുന്നു. അതുകൊണ്ടാണ് ഇമാം അഹ്മദിനോട് ചോദിക്കുന്നത്, മഅറൂഫ് അൽ ഖർഖിക്ക് എന്തെങ്കിലും ഇൽമി ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇമാം അഹ്മദ് അദ്ദേഹത്തെ പറ്റി പറഞ്ഞു, നഅം കാന മഅഹു അസ്ലുൽ ഇൽം ഖശിയത്തുല്ലാഹ്, ഉണ്ട്, അദ്ദേഹത്തിന്റെ അടുക്കൽ ഇൽമിന്റെ അടിസ്ഥാനമായിട്ടുള്ള അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം ഉണ്ട് എന്ന് പറഞ്ഞത് കാണാം. കാരണം ഇമാം അഹ്മദ് ഇൽമി ആയിട്ടുള്ള മേഖലകളിൽ അറിയപ്പെട്ട ആളാണ്. അതുകൊണ്ട് തന്നെ ഇതുപോലെ ചോദിച്ചത് കാണാം. അപ്പോൾ അള്ളാഹുവിനെ കുറിച്ച് ഭയമുണ്ടാവുക എന്നുള്ളത് ഇൽമിന്റെ അടയാളമായിട്ട് പണ്ഡിതന്മാർ അറിയിച്ചിട്ടുണ്ട്. ധാരാളം റിവായത്തുകളെക്കാളും ധാരാളം കിതാബുകളെക്കാളും ധാരാളം ഹിഫ്ളിനേക്കാളും എല്ലാം ആ ഇൽമു കൊണ്ട് നേടിയെടുക്കേണ്ട ഖശിയത്തുല്ലാഹ് അതുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇൽമിന്റെ അടയാളമായിക്കൊണ്ട് പറഞ്ഞു കാണാം. മറ്റൊരു സദസ്സിൽ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുള്ളാഹി അടുക്കൽ സദസ്സിൽ വെച്ച് വിദ്യാർത്ഥികൾ മഅറൂഫ് അൽ ഖർഹിയെ പറ്റി സംസാരിക്കുകയാണ്. അപ്പൊ ചിലർ പറഞ്ഞു, കാന ഖസീറൽ ഇൽം, വളരെ ചെറിയ ഇൽമു മാത്രമേ മഅറൂഫിന് ഉണ്ടായിരുന്നുള്ളൂ, ഇൽമു വലിയ ഇല്ലാത്ത ആളായിരുന്നു എന്ന നിലക്ക് പറയുന്നത് കേട്ടു. അപ്പോ ഇമാം അഹ്മദ് ഈ പറഞ്ഞ ആളിലേക്ക് തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു, വഹൽ യുറാദു മിനൽ ഇൽമി ഇല്ലാ മാ വസല ഇലൈഹി മഅറൂഫുൻ, മഅറൂഫ് എത്തിച്ചേരാത്ത ഏതെങ്കിലും ഒരു ഇൽമിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയുമോ? എന്താണ് മഅറൂഫ് എത്തിച്ചേരാത്ത ഇൽമ്, നിങ്ങൾ എന്താണ് അതുകൊണ്ട് ഇൽമു കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞത് കാണാം. അവിടെ ഉദ്ദേശം, ഒരടിമയ്ക്ക് ഇൽമു വർദ്ധിക്കുമ്പോൾ അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച്, അള്ളാഹുവിനെ കുറിച്ച്, ഹറാം ഹലാലുകളെ കുറിച്ച് ദീന് വർദ്ധിക്കുമ്പോൾ അതോടൊപ്പം വർദ്ധിക്കേണ്ട കാര്യമാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം. അതുകൊണ്ടാണ് അള്ളാഹു തആല ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹി അൽ ഉലമാ, അള്ളാഹു സുബ്ഹാനഹു വ തആലയെ യഥാർത്ഥ രൂപത്തിൽ ഭയപ്പെടുന്നവർ പണ്ഡിതന്മാരാണ്, ഇൽമുള്ളവരാണെന്ന് പറയാനുള്ള കാരണം. അപ്പോൾ ഇൽമു കൊണ്ട് നമ്മൾക്കുണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയമാണ്. അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയമില്ല എങ്കിൽ വേറെ ഇൽമിയായിട്ടുള്ള എന്തെല്ലാം നേട്ടങ്ങൾ ഒരാൾക്കുണ്ടെങ്കിലും അയാളിൽ ഇൽമിന്റെ അടയാളം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അടുത്തൊരു റിവായത്ത്, ഹദ്ദസനാ സുറൈജ് ബിൻ യൂനുസ് وإسحاق بن إسماعيل وغيرهما قالوا حدثنا جرير بن عبد الحميد عن عبد العزيز بن رفيع عن أبي ثمامة قال الحواريون لعيسى عليه السلام, ഒരിക്കൽ ഹവാരിയങ്ങൾ ഈസാ നബി അലൈഹിസ്സലാമിന്റെ അടുക്കൽ ചോദിക്കുകയുണ്ടായി, മൽ ഇഖ്ലാസു ലില്ലാഹ്, എന്താണ് അള്ളാഹുവിനുള്ള ഇഖ്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇഖ്ലാസ്, അള്ളാഹുവിന് ഇഖ്ലാസ് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഖാല, അപ്പോൾ പറഞ്ഞു, അല്ലദീ യഅമലുൽ അമല ലാ യുഹിബ്ബു അൻ യഹ്മദഹു അലൈഹി അഹദുൻ മിനൻ നാസ്. ഇഖ്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ ഒരു കർമ്മം ചെയ്യുന്നു, പക്ഷേ ആ കർമ്മത്തിന്റെ പേരിൽ ആളുകൾ അവനെ പ്രശംസിക്കണം, സ്തുതിക്കണം എന്നുള്ളത് അവൻ ആഗ്രഹിക്കുന്നേയില്ല, അവൻ ഇഷ്ടപ്പെടുന്നില്ല.
അങ്ങനെ ഉണ്ടാകുന്ന അവസ്ഥക്കാണ് ഇഖ്ലാസ് എന്ന് പറഞ്ഞു. ഖാലു, രണ്ടാമത് ചോദിച്ചു, ഫമനിൽ മുനാസിഹുലില്ലാ, അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി കൂറ് പുലർത്തുന്ന നസീഹത്തുണ്ടാകുന്ന ഒരാൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഖാല അല്ലദീ യബ്ദഉ ബിഹഖ്ഖില്ലാഹി ഖബ്ല ഹഖ്ഖിന്നാസ്, ജനങ്ങളുടെ അവകാശത്തിന് മുമ്പ് അള്ളാഹുവിനുള്ള അവകാശം പ്രാധാന്യം കൊടുക്കുന്നവനാണ്, അതിന് മുൻഗണന കൊടുക്കുന്നവനാണ്. ഇദാ ഉരിദ അലൈഹി അംറാൻ, അവന്റെ മുമ്പിൽ രണ്ട് കാര്യങ്ങൾ വന്നു. അഹദുഹുമാ ലിദ്ദുനിയ, ഒന്ന് അവന്റെ ദുനിയാവിന് വേണ്ടിയിട്ടുള്ളതാണ്. വൽ ആഖിറു ലിൽ ആഖിറ, മറ്റേത് പരലോകത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. ബദഅ ബി അംരില്ലാഹി ഖബ്ല അംരി ദുനിയ, അള്ളാഹുവിന്റെ കാര്യം ദുനിയാവിന്റെ കാര്യത്തിനേക്കാൾ പ്രാധാന്യം കൊടുക്കുന്നവൻ, അതവനാണ് അള്ളാഹുവിനോട് കൂറ് പുലർത്തുന്ന ആള് എന്ന് പറയുകയുണ്ടായി. ഇവിടെ രണ്ട് കാര്യങ്ങളാണ് ഈ അസറിൽ പറഞ്ഞത്. ഒന്ന്, ഇഖ്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ എന്തോ ആവട്ടെ, എന്ത് കാര്യമാവട്ടെ, അതിന്റെ പേരിൽ ജനങ്ങളിൽ നിന്നുള്ള സ്തുതി, പ്രശംസ ഒന്നും ഇഷ്ടപ്പെടാതിരിക്കുക എന്നുള്ളത്. അതാണ് ഇഖ്ലാസിന്റെ ഒരു തഅരീഫായിട്ട് ഈസാ നബി അലൈഹിസ്സലാം പറഞ്ഞിട്ടുള്ളത്. രണ്ടാമത്തേത്, അള്ളാഹുവിനോട് കൂറ് പുലർത്തുന്ന നസീഹത്തുള്ള ഒരാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ മറ്റെന്തിനേക്കാളും ദീനിന്റെ കാര്യങ്ങളോട്, അള്ളാഹുവിന്റെ കാര്യത്തിനോട് പ്രാധാന്യം കൊടുക്കുന്നവനാണ്. حدثني سفيان بن وكيع قال حدثنا ابن عيينة عن عطاء بن السائب قال بلغني أن علي بن أبي طالب قال العمل الصالح الذي لا تريد أن يحمدك عليه أحد إلا الله. അലി റളിയല്ലാഹു എന്നുള്ള ഒരു അസറാണ്. അതിന്റെ സനദിൽ ചില ദുർബലതകളുണ്ട്, എന്നാലും ആശയം കൊണ്ട് ശരിയാണ്. അൽ അമലു സാലിഹ്, സൽക്കർമ്മം എന്ന് പറഞ്ഞാൽ അല്ലദീ ലാ തുരീദു അൻ യഹ്മദക അലൈഹി അഹദുൻ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഒരാളും നീ ചെയ്ത കർമ്മത്തിൽ നിന്നെ സ്തുതിക്കാതിരിക്കുക, നീ ഒന്നും ഇഷ്ടപ്പെടാതിരിക്കുക എന്നുള്ളതാണ്, നീ ഉദ്ദേശിക്കാതിരിക്കുക എന്നുള്ളതാണ് സ്വാലിഹായ അമൽ. حدثني محمد بن الحسين قال حدثنا خلف بن تميم قال حدثنا عمرو بن الرحال الحنفي قال حدثنا العلاء بن السائب قال حدثنا أبو إسحاق عن عبد خير قال علي بن أبي طالب لا يقل عمل مع التقوى وكيف يقل ما يتقبل. തഖ്വയുണ്ട് എങ്കിൽ ഒരു അമലും നിസ്സാരമായി പോവുകയില്ല, ഒരു അമലും നിസ്സാരമാവുകയില്ല. എന്നിട്ട് അലി റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, വകൈഫ യഖില്ലു മാ യുതഖബ്ബലു, അല്ലാഹുവിനാൽ സ്വീകരിക്കപ്പെടുന്ന ഒരു അമല് എങ്ങനെയാണ് നിസ്സാരമായി പോവുക എന്ന് ചോദിക്കുകയാണ്. ഇവിടെ അലി റളിയല്ലാഹു അൻഹു ഉദ്ദേശിച്ചിട്ടുള്ളത് അല്ലാഹു തആല സൂറത്തുൽ മാഇദയിൽ പറഞ്ഞു, ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, മുത്തഖീങ്ങളിൽ നിന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള തഖ്വയുള്ള അമൽ അഥവാ ഇഖ്ലാസ് ഉള്ള ഒരു അമൽ അത് എങ്ങനെയാണ് നിസ്സാരമായി പോവുക എന്ന് പറയാം. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു അമല് അല്ലാഹു തആല സ്വീകരിക്കുക എന്നുള്ളത് വളരെ വലിയ കാര്യമാണ്. അബ്ദുല്ലാഹ് ബിൻ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞ ഒരു അസർ കാണാം, ലൗ അഅലമു അന്നല്ലാഹ ഖബല മിന്നി റകഅതൈൻ, അല്ലാഹു തആല എന്നിൽ നിന്ന് 2 റകഅത്ത് നിസ്കാരം സ്വീകരിച്ചിട്ടുണ്ട് എന്ന് ഞാൻ അറിഞ്ഞാൽ, അല്ലാഹു എന്നിൽ നിന്ന് 2 റകഅത്ത് നിസ്കാരം സ്വീകരിച്ചിട്ടെന്ന് അറിഞ്ഞാൽ, ലഖുൽതു, ഞാൻ പറയുമായിരുന്നു, ഇന്നി മിൻ അസ്ഹാബിൽ ജന്ന, ഞാൻ സ്വർഗാവകാശികളിൽപ്പെട്ടവനാണ് എന്ന്. ثم تلا قول الله سبحانه وتعالى انما يتقبل الله من المتقين, എന്നിട്ട് അദ്ദേഹം ഈ ഒരു ആയത്ത് പാരായണം ചെയ്യുകയുണ്ടായി. അതുപോലെ തന്നെ മറ്റൊരു സംഭവം കാണാം, ഇബ്നു മുബാറക് റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞത്, കം മിൻ അമലിൻ കബീറിൻ സഗറത്ഹു നിയ്യ വകം മിൻ അമലിൻ സഗീറിൻ അദ്ദമത്ഹു നിയ്യ, എത്ര വലിയ കർമ്മങ്ങളാണ് നിയ്യത്ത് കാരണത്താൽ നിസ്സാരമായി പോയത്, എത്ര ചെറിയ കർമ്മങ്ങളാണ് നിയ്യത്ത് കാരണത്താൽ വലിയ കർമ്മങ്ങളായി തീർന്നത് എന്ന്. അഥവാ ഏതൊരു അമലിനെയും അതിന്റെ പ്രതിഫലം, ഇപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ട്, ചില കർമ്മങ്ങൾ 700 ഇരട്ടി പ്രതിഫലം അള്ളാഹു നൽകും, അല്ലെങ്കിൽ ഇത്ര ഇരട്ടി പ്രതിഫലം നൽകും. ആ കർമ്മങ്ങൾക്ക് എന്താണ് വ്യത്യാസം വരുന്നത്? ചില 2 ആളുകൾ ചെയ്ത ബാഹ്യമായിട്ട് ഒരുപോലെ ആയിരിക്കും. അവരുടെ ഇഖ്ലാസും നിയ്യത്തുമാണ് ഒരു അമലിനെ ഏറ്റവും ഉന്നതമായ അവസ്ഥയിലേക്ക് മാറ്റി തീർക്കുന്നത്. ഒരു അമലിനെ അതിന്റെ പ്രതിഫലം ഇരട്ടിയാക്കുന്നത് ആ അമല് ചെയ്യുമ്പോഴുള്ള ഇഖ്ലാസും നിയ്യത്തുമാണ്. حدثني يعقوب بن إسماعيل قال أخبرنا حبان بن موسى قال أخبرنا عبد الله بن المبارك قال أخبرنا ابن لحيعة حدثني ابن عزية
ഇബ്നു ഗസിയ അൻ ഹംസ മിൻ ബഅദി വലദി ഇബ്നു മസ്ഊദ് ഖാല ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിന്റെ ചില മക്കളിൽ നിന്ന് ഉദ്ധരിച്ചിട്ടുള്ള റിവായത്താണ്. അവർ പറഞ്ഞു, തൂബാ ലിമൻ അഖ്ലസ ഇബാദതഹു വദുആഅഹു ലില്ലാഹ് വലം യുശ്ഗിൽ ഖൽബഹു മാ തറാഹു ഐനാഹ്. അദ്ദേഹം പറഞ്ഞ ഒരു അസ്റാണ്, തൂബാ ലിമൻ അഖ്ലസ ഇബാദതഹു വദുആഅഹു ലില്ലാഹ്. തൂബ എന്ന് പറഞ്ഞാൽ ആശംസ അല്ലെങ്കിൽ വലിയ പ്രതിഫലമുണ്ട്. ആരാണോ അവന്റെ ഇബാദത്ത്, അവന്റെ പ്രാർത്ഥന അല്ലാഹുവിനെ ഇഖ്ലാസോട് കൂടി ആക്കുന്നത്, വലം യുശ്ഗിൽ ഖൽബഹു മാ തറാഹു ഐനാഹ്, അവന്റെ കണ്ണുകൊണ്ട് അവൻ കാണുന്ന കാര്യങ്ങൾ അവന്റെ ഖൽബിനെ തിരക്കിലാക്കുന്നില്ല. അഥവാ അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്റിൽ നിന്നോ ദീനിൽ നിന്നോ അവൻ കാണുന്ന കാഴ്ചകൾ അവനെ തെറ്റിക്കുന്നില്ല. വലം യുൻസിഹി ദിക്റഹു മാ തസ്മഉ ഉദ്നാഹ്, അള്ളാഹുവിനെ സ്മരിക്കുന്നതിനെ തൊട്ട് ദിക്ർ ചെയ്യുന്നതിനെ തൊട്ട് അവൻ കേൾക്കുന്ന കാര്യങ്ങൾ അവനെ മറപ്പിക്കുന്നില്ല. വലം യുഹ്സിൻ നഫ്സഹു മാ ഉതിയ ഗൈറുഹു, മറ്റൊരാൾക്ക് നൽകപ്പെട്ടതിന്റെ പേരിൽ അവൻ അവന്റെ സ്വന്തത്തിൽ ദുഃഖിക്കുന്നുമില്ല. അങ്ങനെയുള്ള ഒരാൾക്ക് വലിയ ആശംസ. അതായത് സ്വാഭാവികമായിട്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുന്ന, നമ്മൾ കാണുന്ന പല കാര്യങ്ങൾ അത് ഹലാലായതിൽ പോലും ദുനിയാവിന്റെ അലങ്കാരങ്ങൾ, അതുപോലെയുള്ള മറ്റു പല കാര്യങ്ങൾ, നീ ഹറാമായതാണെങ്കിൽ അത് തന്നെ നമ്മുടെ കൽബിനെ തെറ്റിച്ചു കളയും. അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്റിൽ നിന്നും അള്ളാഹുവിലേക്ക് ചെയ്യുന്ന കാര്യങ്ങളെ തൊട്ടും ഇബാദത്തിനെ തൊട്ടും ദുആഇനെ തൊട്ടൊക്കെ തെറ്റിച്ചു കളയും. അപ്പൊ അങ്ങനെ തെറ്റിക്കാത്ത ആളുകൾ, അതുപോലെ നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ, പല കാര്യങ്ങൾ കേൾക്കും, അതിൽ ആ കാര്യങ്ങൾ കേൾക്കുന്നത് അള്ളാഹുവിന്റെ ദിക്റിൽ നിന്ന് അവനെ തെറ്റിക്കാതിരിക്കുന്ന അവസ്ഥ. അതുപോലെ തന്നെ മറ്റൊരാൾക്ക് നൽകപ്പെട്ട ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ, അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടോ ചിന്തിച്ചിട്ടോ അവന്റെ സ്വന്തത്തിൽ ദുഃഖം, എനിക്കത് കിട്ടിയില്ലല്ലോ, എനിക്കത് ഉണ്ടായില്ലല്ലോ എന്ന നിലക്ക് ചിന്തിക്കാത്തവൻ, അവന് വലിയ ആശംസയുണ്ട്. അഥവാ ഒരാൾക്ക് ഇഖ്ലാസ് ഉണ്ടാകുമ്പോൾ അവനിൽ ഉണ്ടാകുന്ന ഒരവസ്ഥയാണത്. അവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ലക്ഷ്യം അള്ളാഹു മാത്രമാണ്. അവന്റെ ചുറ്റുമുള്ള കാര്യങ്ങൾ അവനെ ബാധിക്കുകയില്ല. حدثني محمد بن الحسين قال حدثني عمار بن عثمان الحلبي قال حدثنا سرار العنزي قال سمعت عبد الواحد بن زيد يقول الإجابة مقرونة بالإخلاص لا فرقة بينهما. عبد الواحد بن زيد رحمه الله അദ്ദേഹം പറയുകയാണ്, അൽ ഇജാബത്തു, ദുആക്ക് ഉത്തരം ചെയ്യപ്പെടുക എന്നുള്ളത്, ഉത്തരം ലഭിക്കുക എന്നുള്ളത് മഖ്റൂനത്തുൻ ബിൽ ഇഖ്ലാസ്, ഇഖ്ലാസിനോട് ചേർന്ന് കിടക്കുന്ന കാര്യമാണ്. ലാ ഫുർഖത ബൈനഹുമാ, അത് രണ്ടും തമ്മിൽ ഒരു അകൽച്ചയുമില്ല, ഒരു ഫുർഖുമില്ല. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉത്തരം ചെയ്യണമെങ്കിൽ അത് എങ്ങനെയുള്ള കാര്യമായിരിക്കണം? അത് ദുആ, ഇബാദത്ത് ഏതുമാവട്ടെ, അത് ഇഖ്ലാസോട് കൂടിയായിരിക്കണം. അത് മാത്രമേ അള്ളാഹുവിൽ നിന്ന് സ്വീകരിക്കുന്ന, ഉത്തരം ചെയ്യപ്പെടുന്ന അവസ്ഥയിൽ ഉണ്ടാവുകയുള്ളൂ എന്ന് പറയുകയാണ്. حدثني أبو محمد البزار حدثنا المسيب بن واضح عن محمد بن الوليد قال مر عمر بن عبد العزيز برجل في يده حسن يلعب به. ഒരിക്കൽ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ലാ അദ്ദേഹം ഇങ്ങനെ പോകുന്ന സമയത്ത് ഒരു വ്യക്തി, അയാൾ ചില കല്ലുകൾ കൊണ്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അയാൾ പറയുന്നുണ്ട്, വഹു യഖൂൽ അല്ലാഹുമ്മ സവ്വിജ്നി മിനൽ ഹൂറിൽ ഐൻ, അല്ലാഹുവേ ഹൂറിൽ ഈങ്ങളെ എനിക്ക് നീ വിവാഹം കഴിപ്പിച്ച് നൽകണമേ. ഇങ്ങനെ അശ്രദ്ധമായിട്ട്, ശ്രദ്ധയില്ലാതെ എന്ത് ചെയ്യാണ്, ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫഖാമ അലൈഹി ഉമർ, അങ്ങനെ ഇത് കേട്ടപ്പോ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ലാ അദ്ദേഹം അവിടെ നിന്നു. ഫഖാൽ, എന്നിട്ട് പറഞ്ഞു, ബിഅ്സൽ ഖാതിബു അൻത, എന്ത് മോശപ്പെട്ട ഒരു ചോദ്യക്കാരനാണ് നീ. ഒരാളോടൊരു കാര്യം ചോദിക്കുമ്പോൾ എന്ത് മോശപ്പെട്ട അവസ്ഥയിലാണ് ചോദിക്കുന്നത്. അലാ അൽഖൈത അൽഹസാ വഖലസ്ത ലില്ലാഹി ദുആ, നിനക്ക് ആ കല്ല് വലിച്ചെറിഞ്ഞിട്ട് നിനക്ക് ദുആ ഇഖ്ലാസോട് കൂടിയുള്ളതാക്കിക്കൂടെ, പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകളിൽ അല്ലെങ്കിൽ നമുക്ക് ആവശ്യങ്ങൾ ഉണ്ടാകും, നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടാകും. പക്ഷെ അതിൽ നഷ്ടപ്പെടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ ഒരു കാര്യം ആവശ്യമാണ് എന്നുള്ളത് ഇഖ്ലാസോടുകൂടി ദുആ ഉണ്ടാവില്ല. അശ്രദ്ധമായിട്ടായിരിക്കും അധിക സമയത്തും നമുക്ക് ദുആ ഉണ്ടാവുക. ഒരു ദുർബലമായ ഹദീസാണെങ്കിലും ആശയം കൊണ്ട് സ്വഹീഹായിട്ടുള്ള ഹദീസിൽ കാണാം, ഇന്നല്ലാഹ ലാ യഖ്ബലു ദുആ മിൻ ഖൽബിൻ ഗാഫിലിൻ സാഹിൻ, അശ്രദ്ധമായ കൽബിൽ നിന്നുള്ള ഒരു ദുആ അള്ളാഹു സ്വീകരിക്കുകയില്ല. അപ്പോൾ അശ്രദ്ധമായ ഒരു അവസ്ഥയിൽ അള്ളാഹുവിനോട് ചോദിച്ചിട്ട് അള്ളാഹുവിന് ലഭിക്കില്ല. ചോദിക്കുമ്പോൾ ഏറ്റവും ഇഖ്ലാസോടുകൂടി ഏറ്റവും നല്ല അവസ്ഥയിലായിരിക്കണം നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കേണ്ടത്. അതാണ് ഉത്തരം ചെയ്യപ്പെടാൻ സാധ്യതയുള്ളത്. حدثنا أبو جعفر الكندي قال حدثنا عبد المجيد بن عبد العزيز بن أبي واقد عن أبيه قال قال علي بن أبي طالب
كونوا لقبول العمل أشد هما منكم بالعمل ألم تسمعوا الله يقول إنما يتقبل الله من المتقين. علي بن أبي طالب رضي الله عنه പറയുകയാണ് كونوا لقبول العمل أشد هما منكم بالعمل. ഒരു അമൽ ചെയ്യുന്നതിനേക്കാൾ, ഒരു കർമ്മം ചെയ്യണം എന്നുള്ളതിനേക്കാൾ ആ കർമ്മം അള്ളാഹു സ്വീകരിക്കണം എന്നുള്ളതായിരിക്കണം നിങ്ങളുടെ പ്രധാനപ്പെട്ട ചിന്ത. അപ്പൊ പലപ്പോഴും നമ്മളൊരു അമൽ ചെയ്യണം എന്ന് നമ്മൾ വിചാരിക്കും, ഞാൻ ഇന്ന ചെയ്യണം, അല്ലെങ്കിൽ ഇന്ന നിസ്കാരം, അല്ലെങ്കിൽ ഇന്ന നോമ്പ്, അല്ലെങ്കിൽ ഇന്ന ദാനധർമ്മം, ഇത് ചെയ്യണം, അത് ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതായിരിക്കും. നല്ലതാണ്, വേണ്ട എന്നല്ല, നല്ലതാണ്. പക്ഷെ അതിനേക്കാൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം അലി റളിയല്ലാഹു അൻഹു പറയാണ്, ആ അമൽ അള്ളാഹു സ്വീകരിക്കുന്നതാണോ അല്ലയോ എന്നതിലായിരിക്കണം. അഥവാ അള്ളാഹു സ്വീകരിക്കാൻ ആവശ്യമായ തുടക്കത്തിൽ പറഞ്ഞ 5 കാര്യങ്ങൾ അതെല്ലാം ഉള്ളതാകാൻ നമ്മൾ പരിശ്രമിക്കണം. എന്നിട്ട് പറയാണ്, അലം തസ്മഉല്ലാഹു യഖൂൽ, നിങ്ങൾ കേട്ടിട്ടില്ലേ അള്ളാഹു പറഞ്ഞത് സൂറത്തുൽ മാഇദയിലെ ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, അള്ളാഹു തഖ്വയുള്ളവരിൽ നിന്ന് സ്വീകരിക്കുകയുള്ളൂ എന്ന് അള്ളാഹു പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടില്ലേ? അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ അമൽ എത്ര ചെയ്തു എന്നുള്ളതല്ല, എത്ര അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്നു എന്നുള്ളതാണ്. അതറിയിക്കുന്ന ഒരു അസറാണ് അടുത്തത് വരുന്നത്. حدثني أبو مسلم عبد الرحمن بن يونس قال حدثنا أبو أسامة عن الأعمش قال سمعت إبراهيم يقول إن الرجل إبراهيم بن يزيد النخعي رحمه الله അദ്ദേഹം പറയാണ്, إن الرجل ليعمل العمل الحسن في أعين الناس, ഒരു വ്യക്തി ജനങ്ങളുടെ കണ്ണിൽ നല്ലതായി തോന്നുന്ന ഒരു കർമ്മം ചെയ്യും. ആൾക്കാരുടെ മുമ്പിൽ അവൻ നല്ല കർമ്മമായിരിക്കും ചെയ്തിട്ടുണ്ടാവുക. അവിൽ അമല ലാ യുരീദു ബിഹി വജ്ഹല്ലാഹ്, ആ കർമ്മം കണ്ടാൽ ജനങ്ങൾക്ക് തോന്നുക അവൻ അള്ളാഹുവിന് വേണ്ടി മാത്രം ചെയ്യുന്ന ഒരു കർമ്മമാണ് എന്നുള്ളതാണ്. ഫയഖഉൽ മഖ്തു വൽ ഐബു ഇൻദ നാസി ഹത്താ യകൂന ഐബൻ, പക്ഷേ അവന് ജനങ്ങളിൽ നിന്നുള്ള കോപവും കുറവും ഒക്കെ ഉണ്ടാവുള്ളൂ, അവനൊരു ന്യൂനത ഉണ്ടാവുള്ളൂ. ജനങ്ങൾക്ക് അവനോടൊരു ബഹുമാനമോ അല്ലെങ്കിൽ അവനോടൊരു ആദരവോ ഒന്നും ഉണ്ടാവില്ല. അവനോട് എപ്പോഴും ഒരു വെറുപ്പ് ഇത് തോന്നുന്ന അവസ്ഥയായിരിക്കും. പക്ഷെ അവൻ ചെയ്യുന്ന കർമ്മം കണ്ടാൽ അള്ളാഹുവിന് വേണ്ടിയാണെന്ന് ബാഹ്യമായി തോന്നും. എന്നിട്ട് പറയാണ്, വഇന്നഹു ലയഅമലുൽ അമല വിൽ അംറ യക്റഹു الناس യുരീദു ബിഹി വജ്ഹല്ലാഹ്, വേറൊരാ അല്ലെങ്കിൽ അവനൊരു കർമ്മം ചെയ്യാണ്, അത് അവൻ ജനങ്ങൾക്ക് ഇഷ്ടമല്ല, ജനങ്ങൾ കാണുമ്പോൾ ജനങ്ങൾക്ക് വലിയ ഇഷ്ടം തോന്നണമൊന്നുമില്ല, അങ്ങനത്തെ ഒരു കർമ്മമായിരിക്കും. പക്ഷേ അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി മാത്രമായിരിക്കും ഇത് ചെയ്തിട്ടുണ്ടാവുക. ഫയഖഉ ലഹുൽ മിഖതു വൽ ഹുസ്നു ഇൻദ الناس, മിഖത്ത് എന്ന് പറഞ്ഞാൽ ഹുബ്, അത് മുഖേന ജനങ്ങളുടെ ഇഷ്ടവും അതുപോലെ തന്നെ ജനങ്ങൾക്ക് അവനോടുള്ള താല്പര്യവുമെല്ലാം, ഇഷ്ടവും ബഹുമാനവും ആദരവും ഒക്കെ ഉണ്ടാവും ജനങ്ങളുടെ ഉള്ളിൽ. അതായത് ഇതിന്റെ ആകെ തുക വേറെ മസറകൾ വരുന്ന അതേ ആശയമാണ്. ഒരു അമല് അത് പലപ്പോഴും നമ്മുടെ ജീവിതത്തിലൊക്കെ ആളുകളുടെ തൃപ്തി അല്ലെങ്കിൽ ആളുകളുടെ ഇഷ്ടം, ആളുകൾ എന്താ എന്നെ കുറിച്ച് പറയുക അല്ലെങ്കിൽ ആളുകൾക്ക് എന്താണ് തോന്നുക എന്ന നിലക്കൊക്കെ നമ്മൾ ചെയ്യാൻ നോക്കും, ആ രീതിയിലൊക്കെ ചെയ്യാൻ നോക്കും. അപ്പൊ അവിടെ ജനങ്ങളുടെ ഇഷ്ടമൊക്കെയാണ് നമ്മൾ ഉദ്ദേശിക്കുക. ആ കർമ്മം നല്ല കർമ്മമായിരിക്കും, അള്ളാഹ്ക്ക് വേണ്ടി ചെയ്യുന്ന പോലെ ആയിരിക്കും. പക്ഷെ നമ്മുടെ ഒരു ഉദ്ദേശം ആളുകളുടെ അടുക്കൽ നമുക്ക് നല്ലൊരു അഭിപ്രായം വേണം എന്നുള്ളതായിരിക്കും. പക്ഷെ അതുകൊണ്ട് എന്തുണ്ടാവുള്ളൂ, ആളുകളുടെ ഉള്ളിൽ നമുക്കൊരു കുറവും ന്യൂനതൊക്കെ ആയിട്ട് തീരുന്ന അവസ്ഥ ഉണ്ടാവുള്ളൂ. അതേസമയം ജനങ്ങൾക്ക് ഇഷ്ടമാണോ ജനങ്ങൾക്ക് ഇഷ്ടമല്ലേ ഒന്നും പരിഗണിക്കുന്നില്ല, അള്ളാഹുവിന് ഇഷ്ടമാണോ എന്നുള്ളത് മാത്രമാണ് എങ്കിൽ അത് മുഖേന ജനങ്ങളിൽ അള്ളാഹു തആല അവൻ ആ ചെയ്തവനോടുള്ള ഇഷ്ടം അള്ളാഹു ഇട്ടുകൊടുക്കുന്നതാണ്. ഇതേ ആശയത്തുള്ള വേറൊരു അസറും കാണാം. ഹദ്ദസനാ ദാവൂദ് ബിൻ അംറിൻ والضبي قال حدثنا أبو شهاب عن ليث عن محمد بن واسع قال إذا أقبل العبد إلى الله أقبل الله بقلوب العباد إليه. എപ്പോഴെങ്കിലും ഒരു അടിമ അള്ളാഹുവിലേക്ക് മുന്നിട്ടാൽ, അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ഒരു അടിമ അള്ളാഹുവിനെ ലക്ഷ്യം വെച്ച് അള്ളാഹുവിന് വേണ്ടി മാത്രമായിക്കൊണ്ട് ഒരടിമ മുന്നിട്ടാൽ, അഖ്ബലല്ലാഹു ബിഖുലൂബിൽ ഇബാദി ഇലൈഹി, അള്ളാഹു തആല അവന്റെ നേരെ തിരിയുന്നത് അവന്റെ അടിമകളുടെ കൽബുകൾ കൊണ്ടായിരിക്കും. അഥവാ ഏതൊരാളുടെ കൽബും അള്ളാഹുവിന്റെ വിരലുകൾക്കിടയിലാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന് വേണ്ടിയിട്ടാണ് അവൻ ഒരു കാര്യം ചെയ്യുന്നതെങ്കിൽ അത് മുഖേന അള്ളാഹുവിന്റെ അടിമകളുടെ കൽബിൽ അവനോടുള്ള ഇഷ്ടവും അവനോടുള്ള താല്പര്യവും അവനോടുള്ള ബഹുമാനവും എല്ലാം അള്ളാഹു അടിമകളുടെ കൽബിൽ ഇട്ടുകൊടുക്കും. അതായത് ജനങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ ആളുകൾക്കിടയിൽ, ഇപ്പൊ ജനങ്ങൾ എന്ന് പറയുമ്പോൾ ആരോട്ടെ, നമ്മുടെ ഭാര്യ, നമ്മുടെ കുടുംബം, നമ്മുടെ മക്കൾ, അല്ലെങ്കിൽ നമ്മുടെ അയൽവാസികൾ, നമ്മുടെ സുഹൃത്തുക്കൾ, ആരും ആവട്ടെ, അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നത് എങ്കിൽ ഒരിക്കലും അവരിൽ നിന്ന് നമുക്ക്
നമ്മൾ എന്താണോ ആഗ്രഹിച്ച് ലഭിക്കാൻ പോകുന്നില്ല, അതിനെതിരെ ഉണ്ടാവുള്ളൂ. അതേസമയം അള്ളാഹുവിന് വേണ്ടി മാത്രമാണ് എന്ന നിലക്കാണ് എങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ബാക്കിയുള്ള എല്ലാവരെയും ഖൽബിൽ നമ്മോടുള്ള ഇഷ്ടവും ബഹുമാനവും എല്ലാം ഇട്ടുകൊടുക്കുന്നതാണ്. حدثنا عبد الملك بن إبراهيم حدثنا سعيد بن عامر عن حزم القطعي عن عبد الملك بن عتاب الذي قال رأيت عامر بن عبد قيس في النوم. അബ്ദുൽ മലിക് ഇബ്നു ഇതാബ് റഹിമഹുല്ലാ അദ്ദേഹം പറയാണ്, അദ്ദേഹം ആമിർ ഇബ്നു അബ്ദുൽ ഖൈസ് മറ്റൊരു സലഫുകളിൽപ്പെട്ട വ്യക്തിയാണ്. അദ്ദേഹത്തെ സ്വപ്നത്തിൽ കാണുകയുണ്ടായി. ഫഖുൽതു, അപ്പോൾ അദ്ദേഹം ചോദിച്ചു, അയ്യുൽ അഅമാലി വജദ്ത അഫ്ളൽ, നിങ്ങൾ ഏതൊരു മരണത്തിന് ശേഷം, അപ്പോൾ ചോദിച്ചു ഏത് കർമ്മമാണ് നിങ്ങൾ ഏറ്റവും അഫ്ളലായി കാണുന്നത്? ഖാല മാ ഉരീദ ബിഹി വജ്ഹുല്ലാഹ്, അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ് എന്നുള്ളത്. ഇവിടെ സലഫുകളിൽ പല അത്തറുകളിലും അവർ സ്വപ്നത്തിൽ അവരുടെ അവരോടൊപ്പം ഉണ്ടായിരുന്നു ജീവിച്ച ആളുകൾ അവരെ മരണത്തിന് ശേഷം കണ്ട അത്തറുകളൊക്കെ കാണാൻ സാധിക്കും. അതിൽ പൊതുവായിട്ടുള്ള ഉലമാക്കൾ സ്വീകരിച്ച രീതി എന്താണ്? എന്തെങ്കിലും ഒരു ബഷാറത്തോ നദാറത്തോ ആണ് എങ്കിൽ, അഥവാ എന്തെങ്കിലും ഒരു സന്തോഷ വാർത്തയോ താക്കീതോ ആണ് എങ്കിൽ അത് സ്വാലിഹായ സിദ്ഖുള്ള ഒരാളിൽ നിന്നാണെങ്കിൽ അത് സ്വീകരിക്കും. അതല്ലാതെ ദീനിൽ പുതിയൊരു അഹ്കാമുകളോ അല്ലെങ്കിൽ ദീനിന്റെ അസ്ലുകൾക്ക് എതിരായിട്ടുള്ള കാര്യമാണെങ്കിൽ അത് സ്വീകരിക്കുകയില്ല, അത് തള്ളപ്പെടേണ്ട രീതിയിലുമാണ് പരിഗണിക്കാറുള്ളത്. അടുത്തൊരു ഹദർ, حدثنا الهيثم بن خارجة حدثنا عبد ربه بن عبد الله فلسطيني عن مولى لابن محيرز قال دخلت مع ابن محيرز حانوت بزار. ഇബ്നു മുഹൈരിസ് റഹിമഹുല്ലാ അദ്ദേഹത്തെ കാലത്ത് ജീവിച്ചിരുന്ന വലിയ ആലിമായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു മൗല, ഒരു അടിമ ഉദ്ധരിക്കുകയാണ്, ജോലിക്കാരൻ ഉദ്ധരിക്കുകയാണ്. ആ ജോലിക്കാരൻ പറയുകയാണ്, ഞാനും ഇബ്നു മുഹൈരിസും കൂടി അങ്ങാടിയിൽ ഒരു കടയിൽ പോയി, ചില സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി കടയിൽ പോയി. ലിയശ്തരിയ മിൻഹു മതാഅൻ, ചില കാര്യങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട്. ഫറഫഅ ഫീ ഇസ്സൗം, പക്ഷെ ആ കടക്കാരൻ വില കൂട്ടി പറഞ്ഞു. വില കൂട്ടി പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഉള്ളതിനേക്കാൾ കുറച്ച് വില കൂട്ടി പറയുന്ന ഒരു അവസ്ഥയിൽ ഈ ആളുകൾക്ക് പൊതുവെ പറയുന്ന ഒരു വിലയിൽ കൂടുതലായിക്കൊണ്ട് പറഞ്ഞു. ഇബ്നു മുഹൈരിസിനെ പരിഗണിക്കാതെ, അദ്ദേഹം ആലിമാണ്, അറിയപ്പെടുന്ന ആളാണ്, പക്ഷെ അദ്ദേഹത്തിനെ പരിഗണിക്കാതെ വില കൂടുതലായി പറഞ്ഞു. വലം യഅരിഫു, അദ്ദേഹത്തിന് ഈ വന്നത് ഇബ്നു മുഹൈരിസ് ആണെന്ന് അറിയില്ല, വന്നത് ഇന്ന ആളാണെന്ന് അറിയില്ല. ഫഅശർതു ഇലൈഹി അന്നഹു ഇബ്നു മുഹൈരിസിൻ, അപ്പൊ ജോലിക്കാരൻ പറയാണ്, ഞാൻ ആ കടയിലെ ആളോട് ഇങ്ങനെ ആംഗ്യം കാണിച്ച് പറഞ്ഞു, ഇത് ഇബ്നു മുഹൈരിസ് ആണെന്ന് പറഞ്ഞു. അഥവാ നാട്ടിലെ ആലിമായിട്ടുള്ള ഒരാളാണ്, ഇങ്ങനെ ഒരാളുണ്ട്, എല്ലാവർക്കും അറിയാം ഇബ്നു മുഹൈരിസ് നാട്ടിലെ ആലിമാണെന്നൊക്കെ അറിയാം, പക്ഷേ ഇന്ന ആളാണെന്ന് അറിയില്ല. അപ്പൊ കടക്കാരൻ അറിയാതെ കൂടിയ വില പറഞ്ഞു. അപ്പോൾ ജോലിക്കാരൻ പറഞ്ഞു, ഇത് ഇബ്നു മുഹൈരിസ് ആണ്, വില കുറച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഫഖാല, അപ്പൊ ഇബ്നു മുഹൈരിസ് പറഞ്ഞു, ഉഖ്റുജ് ഇന്നമാ നശ്തരി ബി അംവാലിനാ ലാ ബി അദ്യാനിനാ. അദ്ദേഹം ജോലിക്കാരനോട് പറഞ്ഞു, നീ പുറത്തു പോ, നമ്മൾ സാധനങ്ങൾ വാങ്ങുന്നത് നമ്മുടെ പണം കൊണ്ടാണ്, നമ്മുടെ ദീന് കൊണ്ടല്ല. സലഫുകളുടെ ഇഖ്ലാസിന്റെ മഹത്തരമായിട്ടുള്ള ഒരു ഉദാഹരണമാണിത്. കാരണം അദ്ദേഹം ഇന്ന ആളാണെന്ന് അറിയുമ്പോൾ സ്വാഭാവികമായിട്ടും മറ്റേ ആള് ഒന്നും ഉദ്ദേശിച്ചിട്ടല്ല, ദീനിന് വേണ്ടി ഖിദ്മത്ത് ചെയ്യുന്ന ഇൽമുള്ള ആളാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് കഴിയുന്ന രീതിയിൽ അദ്ദേഹത്തിന് ചില ഇളവുകൾ കൊടുക്കണം എന്ന് ഏതൊരാൾ ആഗ്രഹിക്കുന്നതാണ്. പക്ഷേ അത് പ്രത്യേകം പറഞ്ഞുകൊണ്ട് ആ ഇളവ് വാങ്ങാൻ വേണ്ടി ജോലിക്കാരൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, നമ്മുടെ പണം കൊണ്ടാണ് സാധനങ്ങൾ വാങ്ങുന്നത്, നമ്മുടെ ദീന് കൊടുത്തിട്ടല്ല. അപ്പൊ ദീനിന്റെ പേരിൽ ഒരു ലാഭം നേടാൻ തയ്യാറായിരുന്നില്ല. കാരണം ദീന് പഠിക്കുന്നതാവട്ടെ, പഠിപ്പിക്കുന്നതാവട്ടെ, അമല് ചെയ്യുന്നതാവട്ടെ, ഇബാദത്താവട്ടെ, അതുകൊണ്ട് ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ, അത് നാളെ പരലോകത്ത് അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. حدثني أبو هاشم حدثنا أحمد بن أبي الحواري حدثنا المضاء بن عيسى الدمشقي قال مر سليمان الخواس بإبراهيم بن أدهم هو عند قوم قد أضافوه. ഒരിക്കൽ സുലൈമാൻ ബിൻ ഖവാസ് റഹിമഹുല്ലാ, സലഫുകളിൽപ്പെട്ട വ്യക്തികളാണ്, ഇബ്രാഹിം ബിൻ അദ്ഹം റഹിമഹുല്ലയുടെ അടുക്കലൂടെ പോവാണ്. അപ്പൊ ഇബ്രാഹിം ബിൻ അദ്ഹം വേറൊരു നാട്ടിലാണ്. ആ നാട്ടില് ആ നാട്ടുകാർ അദ്ദേഹത്തിന് ളിയാഫത്ത്, ആതിഥേയത്വം നൽകുകയും വക്രമൂഹു, അവരെ നല്ല രീതിയിൽ ഇബ്രാഹിം ബിൻ അദ്ഹമിന് സൽക്കരിക്കുക ചെയ്യാണ്. ഫഖാല, അപ്പൊ അദ്ദേഹം പറഞ്ഞു, നിഅമ ശൈഉ ഹാദാ യാ അബാ ഇബ്രാഹിം ഇല്ലം യകുൻ തക്രിമത ദീനിൻ. ഇത് വളരെ നല്ലൊരു കാര്യമാണ്, ഈ ആതിഥേയത്വം ലഭിക്കുക എന്നുള്ളത് ഉണ്ടാവുക എന്ന നല്ല കാര്യമാണ്. പക്ഷേ ഇത് ദീനിന്റെ പേരിലല്ലാതിരിക്കുന്ന കാലത്തോളം എന്ന്, അഥവാ ദീന് കണ്ടുകൊണ്ട് മാത്രം ഒരു പ്രത്യേക പരിഗണന ലഭിക്കുന്ന, പ്രത്യേക സ്ഥാനമോ പ്രത്യേക കാര്യമോ ലഭിക്കുക എന്നുള്ളത് അത്രത്തോളം അവർ താല്പര്യം കാണിച്ചിരുന്നില്ല. കാരണം
അത് അള്ളാഹുവിന് വേണ്ടി മാത്രമായിരിക്കണം എന്നുള്ളതുകൊണ്ട്. حدثنا يعقوب بن إسماعيل قال حدثنا حبان بن موسى قال أخبرنا عبد الله قال أخبرنا الأوزاعي عن يحيى بن أبي كثير قال يسعد الملك بعمل العبد مبتهجا. ഒരു മലക്ക് ഒരു അടിമ ചെയ്യുന്ന കർമ്മവുമായി കൊണ്ട്, നല്ല സൽക്കർമ്മവുമായി കൊണ്ട് വളരെ സന്തോഷവാനായ അവസ്ഥയിൽ അള്ളാഹുവിലേക്ക് ഉയരും, അള്ളാഹുവിലേക്ക് ആ അമൽ കൊണ്ടുപോകും. ഫൈദൻതഹാ ഇലാ റബ്ബിഹി, അങ്ങനെ റബ്ബിന്റെ അടുക്കലെത്തിയാൽ ഖാല, റബ്ബ് പറയും ഇജ്അലൂഹു ഫി സിജ്ജീൻ ഫഇന്നി ലം ഉറദ് ബിഹാദാ, ആ അമല് സിജ്ജീനിൽ രേഖപ്പെടുത്തിയാൽ മതി. അഥവാ ആകാശലോകത്ത് 2 കിതാബുകളുണ്ട്. സിജ്ജീൻ ഭൂമിക്ക് 7 ഭൂമിയുടെ അടിയിലാണെന്നാണ് ചില റിവായത്തുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇല്ലീൻ എന്നുള്ളത് 7 ആകാശത്തിന് മുകളിലുള്ളത്. സൽക്കർമ്മങ്ങൾ ഇല്ലീനിലും മോശപ്പെട്ട കാര്യങ്ങൾ കർമ്മങ്ങൾ സിജ്ജീനിലുമാണ് രേഖപ്പെടുത്തുക. അത് അമലുകളാവട്ടെ വ്യക്തികളുടെ പേരുകളാവട്ടെ ആ രീതിയാണ് രേഖപ്പെടുത്തുക. അപ്പോൾ ഒരു മലക്ക് നല്ല കർമ്മമാണെന്ന് മലക്ക് വിചാരിച്ച് സന്തോഷത്തിലായിക്കൊണ്ട് അത് കൊണ്ടുപോകുമ്പോൾ അല്ലാഹു തആല അതിനെ സിജ്ജീനിൽ രേഖപ്പെടുത്താൻ പറയും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫഇന്നി ലം ഉറദ് ബിഹാദാ, ആ കർമ്മം കൊണ്ട് ഞാൻ ഉദ്ദേശിക്കപ്പെട്ടിട്ടില്ല എന്ന് അള്ളാഹു പറയും. അഥവാ അള്ളാഹുവിന് വേണ്ടിയിട്ടല്ല ആ അമല് ചെയ്തിട്ടുണ്ടാവുക എന്നുള്ളത്. ഇവിടെ സലഫുകളുടെ അസർ നോക്കിയാലും ഉലമാക്കളുടെ വാക്കുകൾ നോക്കിയാലും വളരെയധികം അവർ ഭയപ്പെട്ടിരുന്ന അല്ലെങ്കിൽ ശ്രദ്ധിച്ചിരുന്ന പരിശ്രമിച്ചിരുന്ന ഒരു കാര്യമാണ് അവരുടെ നിയ്യത്ത് ഇഖ്ലാസ് ഉള്ളതാക്കി തീർക്കാൻ വേണ്ടിയിട്ട്. കാരണം അമലുകൾ ചെയ്യുക എന്നുള്ളത് എളുപ്പമാണ്. ഇത് വെച്ച് നോക്കുമ്പോൾ അമല് ഇഖ്ലാസ് ഉള്ളത് കൂടി ആവുക എന്നുള്ളത് വെച്ച് നോക്കുമ്പോൾ അമല് ചെയ്യുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമാണ്. വളരെയധികം പരിശ്രമിക്കുകയാണ് കാര്യം. സുഫിയാൻ തൗരി റഹിമുല്ലാഹ് അദ്ദേഹത്തിന്റെ അറിയപ്പെട്ട ഒരു അസർ കാണാം, 3 വർഷത്തോളം എടുത്തു എന്റെ നിയ്യത്തിനെ ഒന്ന് ശരിയാക്കി എടുക്കാൻ എന്നുള്ളത്. കാരണം അത്രയും അദ്ദേഹം അതിൽ പണിയെടുത്തിട്ടുണ്ടായിരുന്നു. حدثنا يعقوب قال أخبرنا حبان قال أخبرنا عبد الله قال أخبرنا ابن أبي مريم الغساني عن ضمرة بن حبيب قال قال رسول الله صلى الله عليه وسلم إن الملائكة يرفعون عمل العبد من عباد الله فيكثرونه ويزكونه. മലക്കുകൾ ഒരു അടിമ ചെയ്യുന്ന ഒരു കർമ്മം അതിനെയും കൊണ്ട് അള്ളാഹുവിലേക്ക് ഉയരും. അത് ഇങ്ങനെ വളരെ അതിനെപ്പറ്റി ഇങ്ങനെ പെരുമ പറഞ്ഞുകൊണ്ടും അത് നല്ല കർമ്മമാണെന്ന് പറഞ്ഞിട്ടും അവനെപ്പറ്റി നല്ലത് പറഞ്ഞിട്ടൊക്കെയാണ് കൊണ്ടുപോവുക. ഹത്താ യൻതഹു ബിഹി ഹൈഥു ശാ അല്ലാഹു മിൻ സുൽത്താനിഹി, അങ്ങനെ അള്ളാഹുവിന്റെ അധികാരത്തിൽ അള്ളാഹുവിന്റെ സന്നിധിയുടെ അടുക്കിലേക്ക് അതെത്തും. ഫയൂഹി ഇലൈഹിം, അങ്ങനെ അവരോട് വഹി നൽകപ്പെടും. ഇന്നക്കും ഹഫളത്തുൻ അലാ അമലി അബ്ദി, മലക്കളോട് പറയും നിങ്ങൾ എന്റെ അടിമ ചെയ്യുന്ന കർമ്മങ്ങളെ രേഖപ്പെടുത്തി വെക്കുന്ന ആളുകളാണ്. വഅന റഖീബുൻ അലാ മാ ഫീ നഫ്സിഹി, പക്ഷേ അവന്റെ ഉള്ളിൽ അവന്റെ മനസ്സിൽ എന്താണ് ഉണ്ടായിരുന്നത് എന്നുള്ളത് നോക്കിക്കാണുന്നവൻ ഞാനാണ് എന്ന് അല്ലാഹു പറയും. ഇന്ന അബ്ദി ഹാദാ ലം യുഖ്ലിസ് ലി അമലഹു, ഈ അടിമ ഈ കർമ്മം കൊണ്ട് ഇഖ്ലാസ് ഉണ്ടായിട്ടില്ല, എനിക്ക് വേണ്ടിയിട്ടല്ല ചെയ്തിട്ടുള്ളത്. ഫജ്അലൂഹു ഫി സിജ്ജീൻ, സിജ്ജീനിലാക്കാൻ പറയും. ഖാല വയസ്അദൂന ബിഅമലിൽ അബ്ദി മിൻ ഇബാദില്ലാഹി യസ്തഖില്ലൂനഹു വയഹ്തഖിറൂനഹു, വേറെ ഒരാളുടെ അമൽ കൊണ്ട് പോകും. അത് നിസ്സാരമായ ചെറിയ കർമ്മമായിരിക്കും, അത്ര വലിയ കാര്യമില്ല നിലക്കാണ് മലക്കുകൾ കാണുക. ഹത്താ യൻതഹൂ ബിഹി ഹൈഥു ശാ അല്ലാഹ്, അല്ലാഹുവിന്റെ സന്നിധിയിലെത്തും. ഫയൂഹില്ലാഹു ഇലൈഹിം, അല്ലാഹു അവരോട് അറിയിക്കും ഇന്നക്കും ഹഫളത്തുൻ അലാ അമലി അബ്ദി വഅന റഖീബുൻ അലാ മാ ഫീ നഫ്സി ഫദാഇഫൂഹു ലഹു വജ്അലൂഹു ഫീ ഇല്ലീൻ, നിങ്ങൾ കർമ്മം രേഖപ്പെടുത്തുന്നവർ മാത്രമാണ്, അവന്റെ ഉള്ളിൽ എന്തായിരുന്നു എന്ന് എനിക്ക് അറിയുള്ളൂ, അത് ഇരട്ടി ഇരട്ടിയായിട്ട് എല്ലിയിൽ രേഖപ്പെടുത്താനും അവരോട് മലക്കുകളോട് പറയും. ഇവിടെ ഉലമാക്കൾ പറഞ്ഞൊരു വാക്കുണ്ട്, ഇഖ്ലാസിനെ സംബന്ധിച്ച് ഉലമാക്കൾ പറഞ്ഞൊരു വാക്കുണ്ട്, സിർറുൻ ബൈനൽ അബ്ദി വ ബൈനല്ലാഹ്, അടിമയുടെയും അള്ളാഹുവിന്റെയും ഇടയിലുള്ള രഹസ്യമാണ് ഇഖ്ലാസ് എന്നുള്ളത്. അപ്പൊ നമ്മള് രഹസ്യമായിട്ട് തഹജ്ജുദ് നിസ്കരിച്ചു, അല്ലെങ്കിൽ സദഖ കൊടുത്തു, അല്ലെങ്കിൽ നോമ്പ് നോറ്റു, ഇതൊക്കെ മലക്കുകൾ രേഖപ്പെടുത്തും. പക്ഷെ അതേ അമല് ഇഖ്ലാസോട് കൂടിയുള്ളതാണോ അല്ലയോ എന്നുള്ളത് ആർക്കറിയില്ല, മലക്കുകൾക്ക് അറിയില്ല. അതാർക്കറിയുള്ളൂ? അള്ളാഹുവിന് മാത്രമേ അറിയുള്ളൂ. ഇബ്ലീസ് മലക്കുകളുടെ ലോകത്ത് ഒരുപോലെ ഇബാദത്ത് ചെയ്തിരുന്നു, അള്ളാഹുവിനെ ആരാധിച്ചിരുന്നു. പക്ഷെ മലക്കുകളുടെ ഉള്ളിലുള്ള സിദ്ഖ് അള്ളാഹുവിനറിയാം, ഇബ്ലീസിന്റെ ഉള്ളിലുള്ള കദിബും അള്ളാഹുവിനറിയാം. അത് വേർതിരിച്ച് പുറത്ത് വെളിവാക്കിയത് അള്ളാഹു തആല ചില പരീക്ഷണത്തിലൂടെയാണെന്ന് മാത്രം. അതുപോലത്തെയാണ് മനുഷ്യരുടെ അവസ്ഥ അങ്ങനെയാണ്. അപ്പോ മലക്കുകൾ അമലുകൾ കാണുന്നുണ്ട്, രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. പക്ഷേ നമ്മളും അള്ളാഹു മാത്രമായിട്ടുള്ള രഹസ്യമാണ് ഇഖ്ലാസ് എന്നുള്ളത്. അത് അള്ളാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ. അതുമായി ബന്ധപ്പെട്ട മറ്റൊരു അസർ കാണാം. ഖാല ഇബ്നു അബി ദുനിയ
ابن أبي الدنيا പറയുകയാണ് بلغني أن ابن جميل قال سمعت عبدة بن سليمان قال حدثنا محمد بن أبي منصور أن عابدا في بني إسرائيل عبد الله في سرب ബനു ഇസ്രായേൽ പെട്ട ഒരു അടിമ അയാൾക്ക് ഇബാദത്തിന് മാത്രമായിട്ടുള്ള സ്ഥലത്ത് വെച്ച് ഒരുപാട് കാലം ഇബാദത്ത് ചെയ്തു. അള്ളാഹു ഇബാദത്ത് ചെയ്തു 40 സന 40 വർഷം. فكانت الملائكة ترفع عمله إلى السماء فلا يقبل. മലക്കുകൾ ഇയാളുടെ കർമ്മങ്ങളുമായിട്ട് അള്ളാഹുവിന്റെ അടുക്കിലേക്ക് ഉയരുമ്പോൾ ആ കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടുന്നില്ല. فقالت الملائكة മലക്കുകൾ പറയുകയുണ്ടായി وعزتك ربنا ما رفعنا إليك إلا خفاء. റബ്ബേ നിന്റെ ഇസ്സത്താണ് സത്യം, അവൻ രഹസ്യമായി ചെയ്ത ആളുകൾ കാണാതെ ചെയ്ത ഒരു കർമ്മങ്ങളാണ് ഞങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത് എന്ന് പറയും. ഖാല അപ്പോ അല്ലാഹു തആല അവരോട് പറയും സദഖതും മലായികതി, നിങ്ങൾ പറഞ്ഞത് സത്യമാണ് എന്റെ മലക്കുകളെ, വലാകിന്നഹു യുഹിബ്ബു അയ്യുറഫ മകാനുഹു, എന്നാൽ അവൻ ഇഷ്ടപ്പെട്ടിരുന്നു അവന്റെ സ്ഥാനം അറിയപ്പെടണമെന്നുള്ളത്, അവന്റെ സ്ഥാനം അറിയപ്പെടണം എന്നുള്ളത്. ഇത് രണ്ട് രീതിയിലാണ് മനസ്സിലാക്കാൻ സാധിക്കുക. ഒന്ന്, അവൻ ഇബാദത്ത് ചെയ്തിരുന്ന ആ പ്രത്യേകമായിട്ടുള്ള സ്ഥലം, അത് ആളുകൾ ഇങ്ങനെ ഒരാളുടെ സ്ഥലമാണ് എന്ന് അറിയപ്പെടണമെന്ന് ആഗ്രഹിച്ചിരുന്നു. രണ്ട്, അവൻ ആ ഇബാദത്ത് ചെയ്യുന്നത് കൊണ്ട് അവൻ അള്ളാഹുവിന്റെ അടുക്കൽ ലഭിക്കുന്ന ഒരു സ്ഥാനം ഉണ്ടല്ലോ, അവൻ പ്രത്യേകമായിട്ട് ചെയ്യുമ്പോൾ അത് ആളുകൾ അറിഞ്ഞിരുന്നെങ്കിൽ എന്നവന്റെ ഉള്ളിൽ ആഗ്രഹിച്ചിരുന്നു എന്നുള്ളത്. അഥവാ ആരും കാണാതെ രഹസ്യമായി ചെയ്യുന്ന കർമ്മത്തിൽ പോലും അവന്റെ നിയ്യത്ത് തെറ്റിപ്പോകുന്ന അവസ്ഥയുണ്ടാകും. അഥവാ നമ്മൾ വിചാരിക്കും നമ്മൾ രഹസ്യമായിട്ടാണ് ഒരു അമല് ചെയ്തത് എന്ന്, നമ്മൾ വിചാരിക്കും നമ്മൾ രഹസ്യമായിട്ടാണ് ചെയ്തിട്ടുള്ളത്. പക്ഷെ അപ്പോഴും നമ്മുടെ ഉള്ളിൽ ഇത് ആളുകൾ അറിഞ്ഞിരുന്നെങ്കിൽ, ആളുകൾ ഇതിനെപ്പറ്റി സംസാരിച്ചിരുന്നെങ്കിൽ, നമ്മൾ പരിശോധിച്ചാൽ മതി. നമ്മുടെ സ്വന്തത്തിനോട് നമ്മൾ പരിശോധിച്ചാൽ മതി. ഒരു അമല് ചെയ്യുമ്പോൾ ആളുകൾ അത് അറിഞ്ഞിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന, ഇഷ്ടപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാകും എന്നുള്ളത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഒരുപക്ഷെ നമ്മുടെ നഫ്സിനോട് ഒരുപാട് ജിഹാദ് ചെയ്യേണ്ട ഒരു മേഖലയാണ് ഈ നിയ്യത്തും ഇഖ്ലാസും നേരെയാക്കുക എന്നുള്ളത്. حدثني يعقوب بن إسماعيل قال أخبرنا حبان بن موسى قال أخبرنا عبد الله قال أخبرنا غشدين بن سعد عن شراحيل بن يزيد عن عبيد بن عمرو أنه سمع فضالة بن عبيد يقول لأن أكون أعلم أن الله قد تقبل مني مثقال حبة من خردل. ഫവാലത്ത് ബിൻ ഉബൈദ് റഹിമഹുല്ലാഹ് പറയാണ്, അള്ളാഹു എന്നിൽ നിന്നൊരു അണുമണി തൂക്കം കർമ്മം സ്വീകരിച്ചിട്ടുണ്ട് എന്ന് ഞാൻ അറിയുക എന്നുള്ളത് അഹബ്ബു ഇലയ്യ മിനദ് ദുനിയ വമ ഫീഹ, ദുനിയാവിനേക്കാളും അതിലുള്ള എല്ലാത്തിനേക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ടതാണ്. ലിഅന്ന അല്ലാഹു യഖൂൽ, കാരണം അല്ലാഹു തആല പറഞ്ഞു ഇന്നമാ യതഖബ്ബലു അല്ലാഹു മിനൽ മുത്തഖീൻ, അല്ലാഹു തആല തഖ്വയുള്ളവരിൽ നിന്നാണ് സ്വീകരിക്കുക. ഇതൊക്കെ അറിയിക്കുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ അമല് ചെയ്തോ അമല് ചെയ്തില്ലേ എന്നുള്ളതല്ല, നമ്മൾ ഗൗരവത്തിൽ മനസ്സിലാക്കണം. പലപ്പോഴും നമ്മളിപ്പോഴും ചിന്തിക്കുക ഒരാളെ പോലെ അമല് ചെയ്യുക, അല്ലെങ്കിൽ ഇന്നതുപോലെ അമല് ചെയ്യുക, അല്ല അമൽ ഇത്ര ചെയ്യുക എന്നുള്ളതിൽ മാത്രമായിരിക്കും. എല്ലാവരും എന്നല്ല, ചിലരെങ്കിലും ഇത്ര അമല് ചെയ്യുക എന്നുള്ളത് മാത്രമായിരിക്കും. പക്ഷേ ആ അമല് അള്ളാഹു സ്വീകരിക്കപ്പെടുന്നുണ്ടോ, അള്ളാഹു സ്വീകരിക്കുമോ ഇല്ലയോ, അതിനെക്കുറിച്ചുള്ള ചിന്ത എത്ര ഉണ്ട്? അമല് ചെയ്യാനുള്ള ചിന്ത വേണം, ഇന്ന സൽക്കർമ്മം ചെയ്യണം, ആ ചിന്ത വേണം. പക്ഷെ അത് സ്വീകരിക്കപ്പെടുമോ ഇല്ലയോ, സ്വീകരിക്കപ്പെടാനുള്ള നിബന്ധനകൾ ഞാൻ പാലിക്കുന്നുണ്ടോ, അത് സ്വീകരിക്കപ്പെടാതിരിക്കാനുള്ള കാരണങ്ങളാണോ എന്നിലുള്ളത്, അത് പരിശോധിക്കണം. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ കാര്യങ്ങളും 4 കാര്യങ്ങളുണ്ട്. അള്ളാഹുവിനെ അറിഞ്ഞുകൊണ്ട് അള്ളാഹു കൽപ്പിച്ചതുപോലെ ഇഖ്ലാസ് സുന്നത്ത് അനുസരിച്ചൊക്കെയാണ്. പക്ഷേ ഹലാലായ ഭക്ഷണം കഴിച്ചിട്ടല്ല എങ്കിൽ ആ അമൽ അള്ളാഹു സ്വീകരിക്കൂല. അമൽ ചെയ്തിട്ടുള്ളത് ഹലാലായ ഭക്ഷണം കൊണ്ടല്ല എങ്കിൽ ആ അമൽ അള്ളാഹു സ്വീകരിക്കൂല. അപ്പൊ അള്ളാഹു സ്വീകരിക്കാനുള്ള കാര്യങ്ങൾ ഉണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കണം. حدثني عبد الرحيم بن بحر قال حدثنا عثمان بن عمارة عن إسماعيل بن كثير السليمي قال قيل لعطاء السليمي ما الحذر. ഒരിക്കൽ അതാ സുലൈമി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിനോട് ചോദിച്ചു, എന്തിനെ തൊട്ടാണ് താക്കീത് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഗൗരവത്തിനെ ശ്രദ്ധിക്കേണ്ടത്? ഖാല, അപ്പോൾ പറഞ്ഞു, അലിത്തിഖാഉ അലൽ അമലി അല്ലാ യകൂന ലില്ലാഹ്, ഒരു കർമ്മം അത് അള്ളാഹുവിനല്ലാതെ ആയിപ്പോകുന്നതിനെ തൊട്ടിട്ടാണ് നീ സൂക്ഷിക്കേണ്ടത്. അഥവാ ഇഖ്ലാസ് ഇല്ലാതെ നീ ഒരു കർമ്മം ചെയ്യുന്ന അവസ്ഥ ഉണ്ടാകരുത്, അത് നീ ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയുണ്ടായി. حدثنا محمد بن علي بن شقيق حدثنا إبراهيم بن أشعث عن فضيل بن عياض ليبلوكم أيكم أحسن عملا. ഒരിക്കൽ ഫുദൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാഹ് അടുക്കൽ ലിയബുലുവക്കും അയ്യുക്കും അഹ്സനു അമല എന്നുള്ള ആയത്തിനെ കുറിച്ച് ചോദിക്കേണ്ടായി. നിങ്ങളെ
അള്ളാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിക്കും ആരാണ് അഹ്സനു അമല, ഏറ്റവും ഇഹ്സാനോടുകൂടി അമല് ചെയ്യുന്നത് എന്ന് നോക്കാൻ വേണ്ടിയിട്ട്. ഖാല, അപ്പൊ അതിനെപ്പറ്റി ചോദിച്ചു എന്താണ് ഈ അഹ്സനു അമല എന്ന് പറഞ്ഞാൽ. അപ്പൊ ഫുദൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാഹ് പറഞ്ഞു അഖ്ലസുഹു വ അസ്വബുഹു, ഇഖ്ലാസോട് കൂടിയിട്ടുള്ളതും ഏറ്റവും ശരിയായിട്ടുള്ളതും. ഖാല ഇന്നൽ അമല ഇദാ കാന ഖാലിസൻ, എന്നിട്ട് ഫുദൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാഹ് പറഞ്ഞു ഒരു കർമ്മം അത് ഇഖ്ലാസോട് കൂടിയായിരിക്കും. വലം യകുൻ സവാബൻ, പക്ഷെ അതെന്താകില്ല, ശരിയായി കൊള്ളുന്നില്ല. ലം യുഖ്ബൽ വ ഇദാ അങ്ങനെയാണെങ്കിൽ സ്വീകരിക്കൂല. അഥവാ ഇഖ്ലാസോട് കൂടിയാണ്, ശരിയായ നിലക്കല്ല, അത് സ്വീകരിക്കില്ല. വഇദാ കാന സവാബൻ വലം യകുൻ ഖാലിസൻ, ശരിയായ രീതിയിലായിരിക്കും പക്ഷെ ഇഖ്ലാസോട് കൂടി ആവില്ല. ലം യുഖ്ബൽ, അതും സ്വീകരിക്കില്ല. ഹത്താ യകൂന ഖാലിസൻ സവാബ, ഇഖ്ലാസോട് കൂടിയും ശരിയായ രൂപത്തിലും ആയാലല്ലാതെ. എന്നിട്ട് പറഞ്ഞു വൽ ഖാലിസു ഇദാ കാന ലില്ലാഹ്, ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ, ഖാലിസ് ആയെന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് വേണ്ടി മാത്രമാവുക. വസ്സവാബ്, ശരിയായത് എന്ന് പറഞ്ഞാൽ ഇദാ കാന അല സുന്ന, സുന്നത്തനുസരിച്ചായിരിക്കുക എന്നുള്ളത്. അവിടെ ഏത് വാക്കും പ്രവർത്തനമാവട്ടെ അത് അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി മാത്രമാക്കാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് നമ്മൾ സൃഷ്ടിച്ചതിന്റെ ലക്ഷ്യം. നമ്മൾ സൃഷ്ടിക്കപ്പെട്ട തൗഹീദിന്റെ കാമ്പ് എന്ന് പറഞ്ഞാൽ അത് ഇഖ്ലാസാണ്. നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട, പരിശോധിക്കേണ്ട, മരണം വരെ പരിശോധിക്കേണ്ട കാര്യമാണ് നമ്മുടെ അമലുകൾ ഇഖ്ലാസോട് കൂടിയാണോ എന്നുള്ളത്. ഒരാളുടെ അമല് ഇഹ്സാനോട് കൂടി ആവുകയുള്ളൂ. ഒന്ന് ഇഖ്ലാസ്, രണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത് അനുസരിച്ചായിരിക്കുക. നമ്മൾ എപ്പോഴും പരിശോധിക്കേണ്ട കാര്യമാണ്. حدثنا أبو محمد القاسم بن هاشم السمسار قال حدثنا الحسن بن قتيبة قال حدثنا محمد بن إسحاق عن محمد بن علي قال قال علي بن أبي طالب رضي الله عنه ورنا وكان من كان ظاهره أرجح من باطنه خف ميزانه يوم القيامة. ഒരാളുടെ രഹസ്യത്തിനേക്കാൾ അഥവാ അവന്റെ ഉള്ളിലുള്ളതിനേക്കാൾ അവന്റെ ബാഹ്യമായിട്ടുള്ളതാണ് ഉയർന്നു നിൽക്കുന്നതെങ്കിൽ അവന്റെ മീസാൻ പരലോകത്ത് കനം തൂങ്ങുകയില്ല. വമൻ കാന ബാത്തിനുഹു അർജഹ മിൻ ളാഹിരിഹി തഖുല മീസാനുഹു യൗമൽ ഖിയാമ. ഒരാളുടെ ഉള്ളിലുള്ളതാണ് ബാഹ്യമായിട്ടുള്ളതിനേക്കാൾ മുന്തിയതായി നിൽക്കുന്നതെങ്കിൽ അത് മീസാനിൽ കനം തൂങ്ങും എന്നുള്ളത്. നാളെ പരലോകത്ത് മീസാൻ നമുക്കറിയാം, ഒന്നുകിൽ അമലുകളെയോ അല്ലെങ്കിൽ വ്യക്തികളെയോ അല്ലെങ്കിൽ അത് എഴുതിയ അമലുകൾ എഴുതിയ ഏടുകളെയോ ഒക്കെ തൂക്കും. 3 രീതിയിൽ വന്നിട്ടുണ്ട്. ആ തൂക്കി നോക്കുന്ന സമയത്ത് ഒരിക്കലും ബാഹ്യമായതിന്റെ അടിസ്ഥാനത്തിലല്ല അമലുകൾക്ക് എന്താകുന്നത്, കനം തൂങ്ങുന്നത്. അതാണ് അറിയിക്കാനാണ് അലി റളിയല്ലാഹു അൻഹു വാക്ക് പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയുന്ന കാര്യമാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു സാഹിബുൽ അറാഖാണ്, വിശ്വാസങ്ങൾക്ക് വേണ്ടി അറാഖ് പൊട്ടിച്ചു കൊടുക്കുന്ന ആളാണ്. അങ്ങനെ ഒരു ദിവസം അത് പൊട്ടിച്ചു കൊടുക്കാൻ വേണ്ടി മരത്തിൽ കയറിയ സമയത്ത് ഇബ്നു മസ്ഊദ് തന്നെ കണക്കാല് കണ്ടു. മെലിഞ്ഞ വ്യക്തിയാണ് ഇബ്നു മസ്ഊദ്. അങ്ങനെ ആ കണ്ടപ്പോൾ ഫളഹിക്കൽ ഖൗം മിൻഹു, ആളുകളെ കണ്ട് ചിരിച്ചു. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു മിമ്മ തദ്ഹഖൂൻ, നിങ്ങൾ എന്തിനാണ് ചിരിക്കുന്നത്? അപ്പോൾ പറഞ്ഞു യാ നബിയല്ലാഹ് മിൻ ദിഖ്ഖതി സാഖൈ. ആ ഇബ്നു മസ്ഊദിന്റെ കാല് കണ്ടില്ല, എന്ത് ശോഷിച്ച കാലാണ്, അത് കണ്ടിട്ട് ചിരിച്ചതാണ്. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കെന്താ, വല്ലദീ നഫ്സി ബിയദിഹി ലഹുമാ അസ്ഖലു ഫിൽ മീസാൻ മിൻ നുഹദ്. നാളെ മീസാനിൽ ഉഹദ് മലയേക്കാൾ ഇതിനെന്തുണ്ടാകും, ഭാരമുണ്ടാകും എന്ന് പറഞ്ഞു. അപ്പോ കർമ്മങ്ങൾ മീസാനിൽ കനം തൂങ്ങുന്നത് നമ്മൾ വിചാരിക്കുന്ന പോലെ എണ്ണം കൂടുതൽ കൊണ്ടോ അല്ലെങ്കിൽ വലിപ്പം കൂടുതൽ കൊണ്ടോ അല്ല. ഇപ്പോൾ ഒന്നുകൂടി എളുപ്പത്തിൽ മനസ്സിലാക്കാൻ, ഒരാളൊരു 1000 ദീനാറ് സ്വതക്ക കൊടുക്കുക, പക്ഷേ അതിൽ ഇഖ്ലാസ് പരിപൂർണമല്ല. എന്നാൽ ഒരാൾ ഒരു 10 ദീനാറ് സ്വതക്ക കൊടുത്തു, എന്നാൽ ഇഖ്ലാസോട് കൂടിയാണ് കൊടുത്തിട്ടുള്ളത്. ആ 1000 ദീനാറിനേക്കാൾ മീസാനിൽ കനം തൂങ്ങുക എന്തായിരിക്കും, ഈ 10 ദീനാറായിരിക്കും. അപ്പോ ബാത്തിന്റെ അടിസ്ഥാനത്തിലാണ് മീസാനിൽ കനം തൂങ്ങുക. ഇതേ ആശയത്തിൽ വരുന്ന 1-2 അസറുകൾ ശരിക്കും നമ്മൾ ആലോചിക്കേണ്ടതാണ്. നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി നമ്മുടെ കർമ്മങ്ങളുമായി നോക്കി ചിന്തിക്കേണ്ടതാണ്. حدثني عبد الرحمن بن الصالح قال حدثني المحاربي عن سفيان عن زبيد قال من كانت سريرته أفضل من علانيته فذلك الفضل. ആരുടെയാണോ രഹസ്യം, അല്ലെങ്കിൽ അവന്റെ ഉള്ള് അവന്റെ പരസ്യത്തിനേക്കാൾ ഉത്തമമാകുന്നത്, അഫ്ദലാകുന്നത്, അത് ഒരു ഫദ്ലാണ്, അവൻ നേട്ടാണ്. അതായത് നമ്മൾ ബാഹ്യമായി ചെയ്യുന്ന കർമ്മങ്ങൾ നോക്കുക, ആളുകൾ കാണുന്ന, ആളുകൾ അറിയുന്ന ആ രീതിയിൽ നോക്കുക, അല്ലെങ്കിൽ നമ്മുടെ കർമ്മങ്ങൾ നോക്കുക. ഉള്ളിലുള്ള കാര്യങ്ങളും രഹസ്യമായി ചെയ്യുന്ന കർമ്മങ്ങളാവട്ടെ, നമ്മൾ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ ഇഖ്ലാസ് ആവട്ടെ,
ഇതിൽ ഉള്ളിലുള്ളത് ബാഹ്യമായതിനേക്കാൾ മുന്തി നിൽക്കുന്നതാണെങ്കിൽ അതൊരു ഫദ്ലാണ്, അവന് ശ്രേഷ്ഠമായിട്ടുള്ള ഒരു കാര്യമാണ്. വമൻ കാനത് സരീറതുഹു മിസ്ല അലാനിയതിഹി ഫദാലിക നസഫ്. ഒരാളുടെ രഹസ്യവും പരസ്യവും ഒരേപോലെയാണ്. അവൻ പരസ്യത്തിൽ അങ്ങനെ ചെയ്യുന്ന അതുപോലെ തന്നെ രഹസ്യത്തിലും അവന്റെ ഉള്ളും പുറവും ഒരേപോലെ നിൽക്കുകയാണ്. അത് ഒരുപോലെ ആയി, അത് ഒരു അതിലാണ് ഒരേപോലെ നിൽക്കുന്നത് എന്നുള്ളതാണ്. വമൻ കാനത് സരീറതുഹു ദൂന അലാനിയതിഹി ഫദാലികൽ ജൗറു. എന്നാൽ ഒരാളുടെ രഹസ്യം എന്നുള്ളത്, രഹസ്യമായ അമലുകളാവട്ടെ, അവന്റെ ഉള്ളിലുള്ള നിയ്യത്താവട്ടെ, ഇഖ്ലാസ് ഉദ്ദേശമാവട്ടെ, ഇത് പരസ്യമായതിനേക്കാൾ കുറവാണ്, താഴ്ന്നതാണ് എങ്കിൽ അത് ദുൽമാണ്. ജൗർ എന്ന് പറഞ്ഞാൽ ദുൽമ, അത് അക്രമമാണ്. അത് അക്രമമാണ് എന്ന് പറയാം. അത് പരലോകത്ത് വലിയ അപകടം ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും. അതായത് പിന്നെ എത്രത്തോളം വെച്ച് കഴിഞ്ഞാൽ ചില ഉലമാക്കൾ പറഞ്ഞ ഒരു കാര്യം, ഇമാമ് നിൽക്കുന്ന ആളുകളോട്, അല്ലെങ്കിൽ ഇമാമിയങ്ങളായിട്ട് നിൽക്കുന്ന ഒരു ജമാഅത്തിൽ ഇമാം നിൽക്കുന്ന ആളുകളോട് പറഞ്ഞത് കാണാം, നീ ഒരിക്കൽ നിനക്ക് ജമാഅത്ത് നഷ്ടപ്പെട്ടു നിസ്കാരം, അപ്പോൾ നീ ഒറ്റയ്ക്ക് നിസ്കരിക്കുകയാണ് അല്ലെങ്കിൽ വീട്ടിൽ നിസ്കരിക്കുകയാണ്. ആ നിസ്കരിക്കുന്ന സമയത്ത് നീ ഏത് സൂറത്താണോ പാരായണം ചെയ്യുക, അല്ലെങ്കിൽ എങ്ങനെയാണോ പാരായണം ചെയ്യുക, അതായിരിക്കണം ഇമാം വെക്കുമ്പോൾ നീ പാരായണം ചെയ്യേണ്ടത്. കാരണം അതെന്താണ്, അതാരും കാണാനില്ല, ആരും കേൾക്കാനില്ല, ആരും അറിയാനില്ല. അത് നമ്മൾ പിന്നെ അത്രയും അങ്ങനെ നിസ്കരിക്കുന്നതാണ്. പക്ഷേ പിന്നെ ആളുകളുടെ മുമ്പിലാവുമ്പോൾ ഇഖ്ലാസിന്റെ ഒരു അളവ് പറയാൻ വേണ്ടിയിട്ട് ചിലർ പറഞ്ഞ ഒരു ഉദാഹരണമാണ്. അപ്പോൾ അത്ര പോലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ രഹസ്യത്തിൽ അള്ളാഹുമായിട്ടുള്ള ബന്ധവും ആളുകളുടെ മുമ്പിൽ നമ്മൾ എങ്ങനെയാണ് എന്നുള്ളത്. حدثنا عبد الرحمن بن صالح قال حدثنا الحسين بن علي الجعفي عن معقل بن عبيد الله الجزري قال. ഈ പറയുന്ന ഒരു അസർ വളരെ പ്രശസ്തമായ ചില പണ്ഡിതന്മാർ സ്വർണം കൊണ്ട് എഴുതി വെക്കേണ്ട വാക്കുകൾ എന്ന് പറഞ്ഞിട്ടുള്ള ചില വാക്കുകളാണ്. കാനത്തിൽ ഉലമാ, പണ്ഡിതന്മാർ മുൻഗാമികൾ, ഇദൽ തഖൗ തവാസൗ ബിഹാദിഹിൽ കലിമാത്ത്, അവർ പരസ്പരം കണ്ടുമുട്ടിയാൽ ഈ വാക്കുകളെ കൊണ്ട് പരസ്പരം ഉപദേശിക്കാറുണ്ടായിരുന്നു. വൈദാ ഗാബു, ഇനി അവര് വേറെ എവിടെയെങ്കിലും പോയി യാത്രയിലോ മറ്റ് അല്ലെങ്കിൽ പിരിഞ്ഞു നിൽക്കുകയാണ്, കതബ ബിഹാ ബഅദുഹും ഇലാ ബഅദിൻ, അവർ ഇത് എഴുതുമായിരുന്നു, കത്തെഴുതി അയക്കുമായിരുന്നു. അതായത് ഒരുമിച്ച് കണ്ടു കഴിഞ്ഞാൽ പരസ്പരം അങ്ങോട്ട് ഉപദേശിക്കും. എന്നാൽ കാണാത്ത അവസ്ഥയിൽ വേറെ നാട്ടിൽ പോയ യാത്ര പോയി ചെയ്താൽ കത്തെഴുതുമ്പോൾ പോലും ഈ കാര്യങ്ങൾ അവരെഴുതാറുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൻ അസ്ലഹ സരീറതഹു അസ്ലഹ അല്ലാഹു അലാനിയതഹു, ആരാണോ അവന്റെ രഹസ്യം നന്നാക്കുന്നത് അവന്റെ പരസ്യം അല്ലാഹു നന്നാക്കുന്നതാണ്. ഒരാളുടെ രഹസ്യ ജീവിതം ആരാണോ നന്നാക്കുന്നത്, അവന്റെ ഉള്ള ആരാണോ നന്നാക്കുന്നത്, അവന്റെ നിയ്യത്ത് ആരാണോ നന്നാക്കുന്നത്, പരസ്യമായിട്ടുള്ള കാര്യങ്ങൾ, ബാഹ്യമായ കാര്യങ്ങൾ അള്ളാഹു നന്നാക്കുന്നതാണ്. വമൻ അസ്ലഹ മാ ബൈനഹു വബൈനല്ലാഹ് കഫാഹു അല്ലാഹു മാ ബൈനഹു വബൈനന്നാസ്, അവന്റെയും അള്ളാഹുവിന്റെയും ഇടയിലുള്ള കാര്യങ്ങൾ ആരാണോ നന്നാക്കുന്നത്, അഥവാ അള്ളാഹുവിന് വീട്ടിൽ കൊടുക്കേണ്ട അവകാശങ്ങൾ, അള്ളാഹുവിന്റെ ഹക്ക്, അതാരാണോ നന്നാക്കുന്നത് അവന്റെയും ജനങ്ങളുടെയും ഇടയിലുള്ള കാര്യങ്ങൾക്ക് അള്ളാഹു മതിയായവനായിരിക്കും. വമൻ ഇഹ്തമ്മ ബിഅംരി ആഖിറതിഹി കഫാഹു അല്ലാഹു അംറ ദുനിയാഹു, ആരാണോ അവന്റെ പരലോകത്തെ കാര്യം അവന്റെ പ്രധാനപ്പെട്ട ചിന്തയാക്കുന്നത് അവന്റെ ദുനിയാവിലെ കാര്യങ്ങൾക്ക് അവൻ അള്ളാഹു മതിയായവനാണ്. ഈ മൂന്ന് വാക്കുകൾ നമുക്ക് എത്ര വിശദീകരിച്ചാലും അല്ലെങ്കിൽ എത്ര പറഞ്ഞാലും മതിയാകാത്ത, അല്ലെങ്കിൽ ചിന്തിച്ചാൽ ഒരുപാട് ഗുണപാഠങ്ങൾ ഉൾക്കൊള്ളാൻ സാധിക്കുന്ന മഹത്തായ ഉപദേശങ്ങളാണ്. മുൻഗാമികൾ പരസ്പരം ഉപദേശിക്കാറുള്ള, പരസ്പരം എഴുതി അയക്കാറുള്ള, ഓർമ്മിപ്പിക്കാറുള്ള വാക്കുകളാണ്. ഇതിന്റെ ആകത്തുക എന്താണ്? നമ്മൾ അള്ളാഹുമായിട്ടുള്ള ബന്ധം അത് ഇഖ്ലാസ് കൊണ്ടും അമലുകളുടെ ആ നിഷ്കളങ്കത കൊണ്ടും മറ്റെല്ലാ കാര്യങ്ങൾ കൊണ്ടും അള്ളാഹുമായിട്ടുള്ള ബന്ധം നന്നാക്കുകയാണെങ്കിൽ അതിനപ്പുറത്തുള്ള എല്ലാ കാര്യത്തിനും, അതിന്റെ അപ്പുറത്തുള്ള നമ്മുടെ എന്ത് കാര്യമാവട്ടെ അതിനൊക്കെ അള്ളാഹു മതിയായവനാണ്. അള്ളാഹു ഉണ്ടാവും. അള്ളാഹു അതിനുള്ള വഴി ഓരോ ഘട്ടത്തിൽ അവന് കാണിച്ചു കൊടുത്തുകൊണ്ടേ ഇരിക്കും. അതിൽ യാതൊരു സംശയവുമില്ല. ഈ ഒരു അസറിൽ മറ്റൊരു പാഠമുള്ളത്, ഗുണപാഠമുള്ളത് ഇന്ന് അധിക ആളുകൾക്കും നഷ്ടപ്പെട്ടുള്ള ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഉലമാക്കൾ ചെയ്തിരുന്നാണ് തുല്ലാബുകളുടെ ഇടയിലും ഇനി എൽമുമായി ബന്ധപ്പെട്ടുള്ള മുഅ്മിനീങ്ങളുടെ ഇടയിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് പരസ്പരം ഉപദേശിക്കുക എന്നുള്ളത്. പരസ്പരം ഉപദേശിക്കുക, പരസ്പരം ഓർമ്മപ്പെടുത്തുക എന്നുള്ളത്. നോക്കൂ, ഈ ഒരു അസർ പറഞ്ഞു നോക്കൂ, അവർ കണ്ടുമുട്ടുമ്പോൾ ഒരു പരസ്പരം പറയും. ഇനി അവർ കാണുന്നില്ല എങ്കിൽ കൂടി അവർ ഓർമ്മിപ്പിക്കും. നമ്മളൊന്ന് ആലോചിച്ചൊക്കെ, നമ്മുടെ ഒരു സുഹൃത്തിനോട്, നമ്മുടെ സഹോദരനോട് പിന്നെ അള്ളാഹിനെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് തന്നെ എത്ര കാലമായിരിക്കും?
നമ്മൾ സുഹൃത്തുക്കളായിരിക്കും, ഈമാനിന്റെ പേരിൽ ഇഷ്ടപ്പെടുന്ന ആളുകളായിരിക്കും. പക്ഷെ ആ ആളുകളോട് തന്നെ അള്ളാഹുവിനെ സൂക്ഷിക്കണം, അല്ലെങ്കിൽ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം, അല്ലെങ്കിൽ നമ്മുടെ രഹസ്യം നന്നാക്കണം, നമ്മുടെ അമലുകൾ നന്നാക്കണം, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങളുണ്ട്, ഇന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യണം, അത് അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ കൂടുതൽ ദിക്ർ ചെയ്യണം എന്നീ കാര്യങ്ങൾ അത് വളരെ കുറഞ്ഞു വരുന്ന ഒരവസ്ഥയാണുള്ളത്. ഇന്ന് സൗകര്യം കൂടുതലാണ്. കത്തയക്കേണ്ട, ഒരു മെസ്സേജ് അയച്ചാൽ മതി, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പറയാൻ എളുപ്പമാണ്. പക്ഷെ ഈ ഒരു കാര്യം വതവാസൗ ബിൽ ഹഖ് എന്നുള്ള ഈ ഒരു പരസ്പരമുള്ള വസീയത്തും നസീഹത്തും കുറഞ്ഞു പോയിട്ടുണ്ട്. സലഫുകൾ അത് കാത്തു സൂക്ഷിച്ചിരുന്നു. حدثني سريج بن يونس قال حدثنا الوليد بن مسلم عن الأوزاعي عن بلال بن سعد قال لا تكن وليا لله في العلانية وعدوه في السريرة. لا تكن നീ ആകരുത് വലിയൻ ലില്ലാഹി ഫിൽ അലാനിയ, ബാഹ്യമായി പ്രകടമായി പുറത്ത് അള്ളാഹുവിന്റെ വലിയാവുകയും വഅദുവഹു ഫി സരീറത്തി, രഹസ്യത്തിൽ അവന്റെ ശത്രുവുമാകുന്ന അവസ്ഥ നിനക്കുണ്ടാകരുത്. അഥവാ ആളുകൾക്ക് മുമ്പിൽ ഒരാൾ അള്ളാഹുവിന്റെ വലിയാവാനുള്ള യോഗ്യത എന്താ? ഒരാൾ എപ്പോഴും അള്ളാഹിന്റെ വലിയാവുക? രണ്ട് കാര്യങ്ങൾ ഉണ്ടായാൽ മതി, ഈമാനും തഖ്വയും. ഈമാനും തഖ്വയുള്ള ഏതൊരാളും എന്താണ്? അള്ളാഹുവിന്റെ വലിയാണ്. അതിൽ ദർജ മാറുമെങ്കിലും, അതിൽ ദർജ വ്യത്യാസപ്പെടുമെങ്കിലും. അപ്പോൾ ബാഹ്യമായിട്ട് ആളുകളുടെ മുമ്പിൽ ഈമാനുള്ള തഖ്വയുള്ള ആളായിട്ട് എല്ലാവരുടെ മുമ്പിലും ഉണ്ടാകും, അള്ളാഹുവിന്റെ വലിയായിക്കൊണ്ടായിരിക്കും ആലാനിയത്തിൽ അവനുണ്ടാവുക. എന്നാൽ രഹസ്യത്തിൽ അവനെന്തായിരിക്കും? അള്ളാഹുവിന്റെ ശത്രുവായിത്തീരുന്ന, അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങൾ ചെയ്യുന്നതിൽ, പ്രവർത്തിക്കുന്നതിൽ, പറയുന്നതിൽ, കേൾക്കുന്നതിൽ, കാണുന്നതിൽ ഒന്നിലും ഒരു മടിയുമില്ലാത്ത ഒരവസ്ഥ. അങ്ങനെ ഒരു അവസ്ഥയിൽ നീ ആകരുത് എന്ന് ബിലാൽ ഇബ്നു സഅദ് റഹിമഹുല്ലാ അദ്ദേഹം ഓർമ്മപ്പെടുത്തുകയാണ്. حدثني بشر بن معاذ عن شيخ عن قريش قال قال عمر بن عبد العزيز يا معشر المستترين اعلموا أن عند الله مسألة فاضحة. عمر بن عبد العزيز رحمه الله അദ്ദേഹം പറയാണ്, യാ മഅശറൽ മുസ്തതിരീൻ, രഹസ്യമായിക്കൊണ്ട് കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകളെ, രഹസ്യത്തിൽ ചെയ്യുന്ന ആളുകളെ വിളിച്ചിട്ടാണ് പറയുന്നത്. ഇഅ്ലമു അന്ന ഇൻദല്ലാഹി മസ്അലതൻ ഫാദിഹതൻ, നിങ്ങൾ മനസ്സിലാക്കണം അള്ളാഹുവിന്റെ അടുക്കൽ ഗൗരവമുള്ള ഒരു ചോദ്യമുണ്ട്. ഖാല തആല, അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, ഫവറബ്ബിക ലനസ്അലന്നഹും അജ്മഈൻ അമ്മാ കാനൂ യഅമലൂൻ. നിന്റെ റബ്ബ് തന്നെയാണ് അവരോട് എല്ലാവരോടും നാം ചോദിക്കും അവരെന്താണ് പ്രവർത്തിച്ചിരുന്നത്. അഥവാ രഹസ്യമായി ചെയ്തു എന്നുള്ളത് കൊണ്ട് അത് ഇഖ്ലാസ് ഉള്ളതായി എന്നുള്ള അർത്ഥമല്ല. പല ആളുകൾക്കും അങ്ങനെ ഒരു ധാരണ ഉണ്ട്. പല ആളുകളും വിചാരിച്ചിട്ടുള്ളത് രഹസ്യമായ ഒരു കർമ്മം അത് ഇഖ്ലാസ് ഉള്ളതായി എന്നുള്ളത്. ഇഖ്ലാസ് ഉണ്ടാകാൻ ഉപകരിക്കുന്ന ഒരു കാര്യമാണ് രഹസ്യത്തിലുള്ള കർമ്മങ്ങൾ. പക്ഷേ രഹസ്യത്തിൽ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം ഇഖ്ലാസോടുകൂടി ചെയ്ത കർമ്മങ്ങളായിക്കൊള്ളുന്നില്ല. ഇഖ്ലാസ് എന്നുള്ളത് ഖൽബുമായി ബന്ധപ്പെട്ട് മാത്രം കിടക്കുന്ന ഒരു കാര്യമാണ്. ചിലപ്പോ ഒരാൾ ആരും കാണാത്ത സമയത്ത് അവൻ ചെയ്യുന്ന ഒരു കർമ്മമായിരിക്കും, പിന്നെ ആരും അറിഞ്ഞിട്ടുണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. പക്ഷെ വേറൊരാൾ ആളുകളെല്ലാം കാണുന്ന സമയത്ത് ചെയ്തൊരു കർമ്മമായിരിക്കും. പക്ഷേ ഈ രഹസ്യത്തിൽ ചെയ്തതിനേക്കാൾ ആളുകൾ കാണുക ചെയ്ത കർമ്മമായിരിക്കും എന്തുണ്ടാവുക? ഇഖ്ലാസ് ഉള്ളതായി തീരുക. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇത് രഹസ്യത്തിൽ ചെയ്യുന്ന കർമ്മങ്ങളെ വില കുറച്ച് കാണിക്കാനില്ല, അത് അഫ്ളലാണ്, ശ്രേഷ്ഠമായിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് ആളുകൾ ഗഫ്ലത്തിലാകുന്ന ഇബാദത്തുകൾക്കൊക്കെ ഫضലുണ്ട്. അഥവാ ആളുകൾ തിരക്കിലാകുന്ന, അശ്രദ്ധയിലാകുന്ന സമയത്ത് ഒരാൾ ഇബാദത്തിന് മാറി നിന്നാൽ അതിനൊക്കെ ഫضലുണ്ട്. ഉദാഹരണം, രാത്രി നിസ്കാരത്തിന്റെ ഫضൽ എന്താണ്? ഭൂരിഭാഗം ആളുകൾ ഉറക്കത്തിലായിരിക്കും. ദുഹാ നിസ്കാരത്തിന്റെ ഫضൽ എന്താണ്? അധികം ആളുകളും തിരക്കിലായിരിക്കും. ഷഅബാൻ മാസത്തിൽ ഇബാദത്തിന്റെ ഫضൽ എന്താണ്? ആളുകൾ റമദാനിന്റെ ഇതിലേക്ക് മുഴുകാതെ ശ്രദ്ധയിൽ വിട്ടുപോകുന്ന സമയമാണ്. അപ്പോൾ അത് പൊതുവായിട്ടൊരു കായികയാണ്. ആളുകൾ ഗഫ്ലത്തിലാകുന്ന ഒരു സമയത്ത് ഒരാൾ ഇബാദത്ത് ചെയ്യുക എന്നുള്ളത് ഫضലുള്ള ഒരു കാര്യമാണ്. പക്ഷേ അത് ഒരിക്കലും ഇഖ്ലാസ് ഉണ്ട് എന്നതിന് അടയാളമല്ല. അതുകൊണ്ടാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹ് പറയുന്നത്, രഹസ്യമായി കർമ്മങ്ങൾ ചെയ്യുന്നവരെ നിങ്ങൾക്കും എന്തുണ്ട്? അള്ളാഹുവിന്റെ ഒരു ചോദ്യം വരാനുണ്ട്. അമ്മാ കാനൂ യഅമലൂൻ, അവരെന്താണ് പ്രവർത്തിച്ചത്, അഥവാ അത് ഇഖ്ലാസോട് കൂടിയുള്ളതാണോ അല്ലയോ എന്നുള്ളത്. വഹദ്ദസനി സുറൈജുൻ, ഈ ഹദ്ദസനി എന്ന് പറയുമ്പോൾ ഇത് ഇബ്നു അബി ദുനിയ പറയാട്ടോ. ഇബ്നു അബി ദുനിയക്ക് എത്തിയ റിവായത്താണ് പറയുന്നത്. قال حدثنا الوليد عن الأوزاعي قال سمعت بلال بن سعد يقول لا تكن ذا وجهين وذا لسانين. നീ ഇരുമുഖമുള്ള ദ്വിമുഖനുമാകരുത്, അതുപോലെ തന്നെ രണ്ട് നാവുള്ളവനും ആകരുത്. എന്താ ഉദ്ദേശം? തുദ്ഹിറു ലിന്നാസി ലിയഹ്മദൂക വഖൽബുക ഫാജിറുൻ. നീ ആളുകളുടെ മുമ്പിൽ നിന്റെ പ്രവർത്തനം, നിന്റെ സംസാരം നീ പ്രകടമാക്കുന്നത് ഒരു കോലത്തിൽ,
പക്ഷെ നിന്റെ ഖൽബ് ഏറ്റവും ഫാജിറായ അവസ്ഥയിലാകുന്നത് അത് നീ ഒരിക്കലാകാൻ പാടില്ല. അഥവാ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ഈ ദുൽവജ്ഹൈനാകാതിരിക്കുക എന്നുള്ളത്. ഭൂരിഭാഗം മനുഷ്യർക്കും ഉണ്ടാകുന്നൊരു കാര്യമാണ് ഈ രണ്ടവസ്ഥ എന്നുള്ളത്. ദ്വിമുഖൻ, ആളുകളുടെ മുമ്പിലൊന്നും അതല്ലാത്തപ്പോൾ ഒന്നുമില്ല. അതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുന്നവർ ഖവാസ്, വളരെ ചുരുക്കം ആളുകൾക്കേ സാധിക്കുള്ളൂ. അത് അത്രയും ഇഖ്ലാസും ശരിക്കുള്ള ആളുകൾക്കേ ആ ഒരു അവസ്ഥയിൽ എത്തിച്ചേരാൻ പറ്റുള്ളൂ. അകവും പുറവും ഒരുപോലെ ആവുക എന്നുള്ളത്. അപ്പോ അങ്ങനെ നീ ആകാതിരിക്കുക. ആളുകളുടെ മുമ്പിൽ നിന്റെ സംസാരം, നിന്റെ പ്രവർത്തനം അതൊക്കെ അത്ഭുതപ്പെടുത്തുന്നു. പക്ഷെ നിന്റെ ഖൽബ് ഏറ്റവും ഫാജിറായ അവസ്ഥയിലാകുന്നത്. حدثني محمد بن عثمان العجلي قال حدثنا أبو أسامة عن الربيع قال وعظ الحسن يوما فانتحب رجل. ഒരിക്കൽ ഹസൻ ബസ്രി റഹിമഹുല്ലാ അദ്ദേഹം ഒരു വഅള് നൽകുകയാണ്, ആളുകൾക്ക് ഉപദേശം നൽകുകയാണ്. അങ്ങനെ ആ ഉപദേശം കേട്ടിട്ട് ഒരാൾ ഇങ്ങനെ തേങ്ങി കരയാൻ തുടങ്ങി. അപ്പോ ഫഖാൽ ഹസൻ, അപ്പൊ ആ വ്യക്തിയോട് ഹസൻ ബസ്രി റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു, ലയസ്അലന്നക അല്ലാഹു യൗമൽ ഖിയാമ മാ അറദ്ത ബിഹാദാ. നാളെ അന്ത്യനാളിൽ അള്ളാഹു നിന്നോട് ചോദിക്കും, ഈ കരച്ചിൽ കൊണ്ട് നീ എന്താണ് ഉദ്ദേശിച്ചത്? അഥവാ ആ ഒരു കാര്യം പോലും എന്ത് ഉദ്ദേശത്തിലാണ് നീ ചെയ്തത് എന്നുള്ളത് അള്ളാഹു തആല നിന്നോട് ചോദിക്കുന്നതാണ്. അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കി ബാക്കിയുള്ള കർമ്മങ്ങൾ, അള്ളാഹു തആല നമ്മുടെ ഉദ്ദേശം എന്തായിരുന്നു എന്നുള്ളത്. حدثنا محمد بن علي بن الحسن عن إبراهيم بن الأشعث عن فضيل بن عياض قال سمعته خير العمل أخفاه أمنعه من الشيطان وأبعده من الرياء. ഫുദൈൽ ബിൻ ഇയാദ് റഹിമഹുല്ലാഹ് പറയാണ്, ഖൈറുൽ അമൽ, ഏറ്റവും ഉത്തമമായിട്ടുള്ള കർമ്മം എന്ന് പറഞ്ഞാൽ അഖ്ഫാഹു, രഹസ്യമായി ചെയ്യുന്ന കർമ്മങ്ങളാണ്. അംനഉഹു മിനശ് ശൈത്താൻ, കാരണം അത് ശൈത്താന് കൂടുതൽ പ്രേരണയില്ലാത്ത കാര്യങ്ങളാണ്. അഥവാ രഹസ്യമായിട്ടുള്ള ഇബാദത്തുകളിൽ പൊതുവെ മറ്റുള്ളതിനേക്കാൾ പിശാചിന് റിയാ ഉണ്ടാക്കാനോ മറ്റുള്ളതൊന്നും തെറ്റിക്കാനോ പറ്റാത്ത കാര്യങ്ങളാണ്. വബഅദുഹു മിന റിയായിൽ നിന്ന് അകന്നിട്ടുള്ളതാണ്. അതായത് രഹസ്യമായി ചെയ്യുന്ന ഒരു കർമ്മത്തിൽ നിയ്യത്ത് ശരിയാകാതിരിക്കുക എന്നല്ലാതെ ആളുകൾ കണ്ടുകൊണ്ട് നന്നാക്കേണ്ട അവസ്ഥ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ രഹസ്യമായ കർമ്മങ്ങൾക്ക് ശ്രേഷ്ഠതയുണ്ട്. അത് അമലിൽ ഏറ്റവും ഖൈറായത് ആണ് എന്ന് പറയുകയാണ്. പക്ഷെ ഇനിയും ഇത്ര തന്നെ ഈ കിതാബിന്റെ ഭാഗം കൂടിയുണ്ട്. നമുക്ക് അടുത്ത ഒരു ദർസിൽ നമുക്ക് തീർക്കാൻ സാധിക്കും. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തആല നമ്മുടെ അമലുകൾ ഏറ്റവും ഇഖ്ലാസോട് കൂടിയുള്ളതും നമ്മുടെ നിയ്യത്ത് ഏറ്റവും നല്ല അള്ളാഹു സ്വീകരിക്കുന്ന നിയ്യത്തും ഉള്ളതാക്കി മാറ്റുമാറാകട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.